So myself, CA Aravind VS, faculty for taxation at III Commerce Academy. So III Commerce Academy, CMA Intermediate Examination അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ ജൂൺ 2025 എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് കണ്ടക്ട് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ടുഡേ വി ആർ ഡിസ്കസിങ് പേപ്പർ നമ്പർ 7 ടാക്സേഷൻ, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് പേപ്പർ. സോ ഇതിനു മുന്നേ നമ്മൾ ഇതേ ചാനലിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അറ്റംപ്റ്റിലെ, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന എക്സാമിനേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പാറ്റേണിൽ ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിലവിലുള്ള CMA എക്സാമിനേഷൻ്റെ ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാമിനേഷൻ ടാക്സേഷൻ്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം 100 മാർക്കിനാണ്. അതിൽ 50 മാർക്ക് ഡയറക്റ്റ് ടാക്സ്, 50 മാർക്ക് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൽ നമുക്ക് ഇൻകം ടാക്സ് ആണുള്ളത്, ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് GSTയും കസ്റ്റംസും ആണ്. പിന്നെ ഇതിൻ്റെ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 30 മാർക്ക് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഈ 30 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 2 മാർക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഇൻഡെപ്ത് നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ പരമാവധി നല്ല രീതിയിൽ തന്നെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മെറ്റീരിയൽ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം സ്റ്റുഡൻസ് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇത്തരം എക്സാമിനേഷനുകൾക്ക് നമുക്ക് പാസ്സായി വരണമെങ്കിൽ നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. എത്രത്തോളം ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യാം. അതിനൊരു ബൂസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ, അതിനൊരു സഹായം എന്ന നിലയിലാണ് III കൊമേഴ്സ് അക്കാഡമി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞു ആദ്യത്തെ 30 മാർക്ക്, മൊത്തം നമുക്ക് ടോട്ടൽ 100 മാർക്കാണ്. അതിൽ 2 പാർട്ടാണുള്ളത്. ഒന്ന് സെക്ഷൻ A, അതായത് പാർട്ട് A, മറ്റൊന്ന് പാർട്ട് B. അതിൽ പാർട്ട് A കമ്പൽസറി ആണ്. അതായത് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ്. പാർട്ട് ബിയിലേക്ക് പിന്നെ 30 മാർക്ക്. ഈ പാർട്ട് A 30 മാർക്കാണെങ്കിൽ പിന്നെ പാർട്ട് B നമുക്ക് 70 മാർക്കാണ് ഉണ്ടാവുക. 70 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 8 വരെ ആയിരിക്കും ഉണ്ടാവും. അതിനകത്ത് നമുക്കൊരു 6 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്കുണ്ടാകും. ഈ 6 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 14 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 14 × 5 70 മാർക്ക്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇൻകം ടാക്സിൽ നിന്നുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അഗ്രികൾച്ചറൽ ഇൻകം? സോ ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് അഗ്രികൾച്ചർ ഇൻകം? ഇതാണ് ചോദ്യം. അഗ്രികൾച്ചർ ഇൻകം എന്താണ് അഗ്രികൾച്ചർ എന്നൊക്കെ ഉള്ളത് നമ്മൾ സെക്ഷൻ 2 ക്ലോസ് 1A നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അഗ്രികൾച്ചർ ഇൻകം? സോ ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യം നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ അതിനകത്ത് നമുക്ക് 2 ലിസ്റ്റായിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അഗ്രികൾച്ചർ ഇൻകം, എന്തൊക്കെയാണ് അഗ്രികൾച്ചർ ഇൻകം അല്ലാത്തത് എന്നുള്ളത്. ആ ലിസ്റ്റ് ഞാൻ പഠിക്കണമെന്ന് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. കാരണം അതിൽ നമുക്ക് ഇപ്പോൾ 2 മാർക്ക് കിട്ടാൻ പോവാം. ഒന്നാമത് ഡിവിഡൻഡ് പെയ്ഡ് ബൈ എ കമ്പനി ഔട്ട് ഓഫ് ഇറ്റ്സ് അഗ്രികൾച്ചർ ഇൻകം. ഒരു കമ്പനിക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്. ആ അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് കമ്പനിയുടെ ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് കൊടുത്തു. സോ ഷെയർ ഹോൾഡറുടെ കയ്യിൽ അതൊരു അഗ്രികൾച്ചർ ഇൻകം ആണോ? നമുക്കറിയാം അതൊരിക്കലും ഒരു അഗ്രികൾച്ചർ ഇൻകം അല്ല. മറ്റൊന്ന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ പാർട്ട്ണർ ഫ്രം എ ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർക്ക് ആ ഫേമിൽ നിന്നുള്ള ലാഭവിഹിതം കിട്ടുകയാണ്. എന്നാൽ ആ ഫേം എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ഓപ്പറേഷൻ. ആ ഫേമിൻ്റെ ലാഭം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഓപ്പറേഷനിലൂടെയുള്ള ലാഭമാണ്. ആ ലാഭമാണ് ഇപ്പോൾ പാർട്ട്ണർക്ക് വീതമായി കിട്ടിയിരിക്കുന്നത്. അത് അഗ്രികൾച്ചറൽ ഇൻകം ആണോ? യെസ്, അതൊരു അഗ്രികൾച്ചർ ഇൻകം ആണ്. മറ്റൊന്ന് ഇൻകം ഫ്രം സപ്ലൈ ഓഫ് വാട്ടർ ബൈ ആൻ അസസി ഫ്രം എ ടാങ്ക് ഇൻ ഇറ്റ്സ് അഗ്രികൾച്ചർ ലാൻഡ്. അതായത് ഒരാൾ അഗ്രികൾച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം സപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു അഗ്രികൾച്ചറൽ ഇൻകം ആണോ? അല്ല, അതൊരു അഗ്രികൾച്ചറൽ ഇൻകം അല്ല. മറ്റൊന്ന് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ മണി ലെൻഡർ ഇൻ ദ ഫോം ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കടം കൊടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പലിശ. ഇപ്പോൾ നിങ്ങളൊരു ഫാർമറാണ്, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പണമില്ല, ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തന്നു. നിങ്ങൾ ആ 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്തു, എനിക്ക് നിങ്ങൾ പലിശ തന്നു. ഈ പലിശ എനിക്കൊരു അഗ്രികൾച്ചറൽ ഇൻകമാണ്? ഒരിക്കലും അല്ല, ഇതെനിക്കൊരു അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഞാനിത് എന്തുകൊണ്ട് അഗ്രികൾച്ചർ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകം, എന്തൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകം അല്ലാത്തത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടേബിൾ നിങ്ങൾ ആ ഒരു 2 ചാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ മിസ്റ്റർ പ്രതീക് ഏജ്ഡ് 48 years.
ഇൻകം ടാക്സ് എന്നുള്ള ചോദ്യം തന്നെയാണ്. ഇത്തരം ചോദ്യങ്ങൾ ഇൻകം ടാക്സ് എന്നുള്ള ചോദ്യത്തിൽ അസസിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് അയാൾ റെസിഡൻ്റ് ആണോ, അയാൾക്ക് എത്ര പ്രായമുണ്ട്, ഇതൊക്കെ ടാക്സ് കമ്പ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രതീക് എന്ന് പറയുന്ന ആൾക്ക് ടോട്ടൽ 6,50,00,000 രൂപയുടെ ഇൻകം ഉണ്ട്. അതിനുള്ളിൽ ഈ 6,50,00,000 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. 55,00,000 രൂപയുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതിന് 20% ടാക്സ് ആണ് വരിക അണ്ടർ സെക്ഷൻ 112 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിനുള്ളിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമുണ്ട്. 15% ടാക്സ് ആണ് അതിന് വരിക അണ്ടർ 111A 65,00,000. ഇനി മറ്റ് ഇൻകം എല്ലാം കൂടി ചേർന്ന് എത്ര വരുന്നുണ്ട്? 5,30,00,000. What is a tax liability for assessment year 25-26 under default tax regime? ഇയാളുടെ ടാക്സ് ലൈബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഹി ഓപ്റ്റഡ് ഡീഫോൾട്ട് ടാക്സ് റെജിം ഫോർ ടാക്സ് കമ്പ്യൂട്ടേഷൻ പർപ്പസ്. ഇൻകം കമ്പ്യൂട്ടേഷൻ ആസ് വെൽ ആസ് ടാക്സ് കമ്പ്യൂട്ടേഷന് വേണ്ടി അയാൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, നിങ്ങൾക്കറിയാം. കാരണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 20% ടാക്സ് ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111A സ്പെഷ്യൽ ഇൻകമാണ്. 15% ടാക്സ് ക്വസ്റ്റിന് തന്നെ പറയുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന 5,30,00,000 ടാക്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സ്ലാബ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇയാൾ ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. സ്ലാബ് എന്താണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഈ ക്വസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ഇവിടെ കോടികളിലാണ് ഇൻകം ഉള്ളത്. സ്വാഭാവികമായും 50,00,000 മേളിൽ ഇൻകം ഒരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി നീഡ് ടു പേ നോട്ട് ഓൺലി ടാക്സ് ബട്ട് ഓൾസോ വാട്ട് സർചാർജ് കൂടി എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സർചാർജ് എത്ര ശതമാനമാണ് വരിക? അപ്പോൾ ഡീഫോൾട്ട് ടാക്സ് റെജിമിലെ പരമാവധി സർചാർജ് എന്ന് പറയുന്നത് 25%, 25%. അതും 2 കോടിക്ക് മേളിൽ നിങ്ങളുടെ ഇൻകം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25% സർചാർജ് ഫിക്സ്ഡ് ആണ്. പക്ഷേ നിങ്ങളുടെ ഇൻകത്തിനുള്ളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111A അതുപോലെ ഡിവിഡൻഡ് ഇൻകമോ ഉണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ ടാക്സിൻ്റെ മേളിൽ നിങ്ങൾക്ക് പരമാവധി 15% സർചാർജ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ ടാക്സ് കമ്പ്യൂട്ടേഷനുള്ളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. സോ എനിവേ നമുക്കത് ടാക്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനത് പ്രോബ്ലം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. ടോട്ടൽ ഇൻകം വന്നിട്ട് എത്രയുണ്ട്? 6,50,00,000 അല്ലേ? 6,50,00,000. അതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 55,00,000. അപ്പോൾ അതിൻ്റെ ടാക്സ് എത്ര വരുന്നുണ്ട്? 55,00,000ൻ്റെ 20% വന്നിട്ട് 11,00,000. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയുണ്ട് ക്വസ്റ്റനിൽ? 65,00,000. 65,00,000ന് 15% ടാക്സ്. സോ 9,75,000. ഇനി അതർ ഇൻകം എത്രയുണ്ട്? 5,30,00,000. സോ ടാക്സ് ഓൺ 5,30,00,000. അപ്പോൾ സാധാരണ ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്, സീനിയർ സിറ്റിസൺ ഒന്നും അല്ല. സോ ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. പിന്നെ ഡീഫോൾട്ട് ടാക്സ് റെജിം, ന്യൂ ടാക്സ് റെജിമിൽ സീനിയർ സിറ്റിസൺ ആണോ ഇല്ലയോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ബേസിക് എക്സംഷൻ 3 lakh തന്നെയാണ്. സോ ഫസ്റ്റ് 3 lakhന് ടാക്സ് ഇല്ല. അടുത്ത 4 lakhന് 5%, നെക്സ്റ്റ് 3 lakhന് 10%, നെക്സ്റ്റ് 2 lakhന് 15%, നെക്സ്റ്റ് 3 lakhന് 20%. ബാലൻസ് അപ്പോൾ ഇതാകുമ്പോൾ 3 4 7, 7 3 10, 10 2 12, 12 3 15 ലക്ഷമായി. മൊത്തം 5,30,00,000. ഇനി ബാലൻസ് 5,15,00,000 എത്ര ശതമാനം ടാക്സാണ് വരിക? 30%. സോ ഇതിൻ്റെ ടോട്ടൽ ടാക്സ് ഓൺ അതർ ഇൻകം എന്ന് പറയുമ്പോൾ 1,55,90,000 മൊത്തം ടാക്സ് വരുന്നത്. ഇത് അതർ ഇൻകത്തിൻ്റെ മാത്രം ടാക്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 11 ലക്ഷമാണ്. സോ അതിൻ്റെ സർചാർജ് വന്നിട്ട് 15%, 1,65,000. സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടാക്സ് ലൈബിലിറ്റിയുടെ മേളിലാണ്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111A 9,75,000 നമ്മൾ ടാക്സ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലും സർചാർജ് 15% വരിക, 1,46,250. ടാക്സ് ഓൺ അതർ ഇൻകം നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 1,55,90,000. അതിൻ്റെ മേളിൽ സർചാർജ് 25%. കാരണം ഓൾറെഡി ഇൻകം 2 കോടിക്ക് മേളിലാണ്. അതുകൊണ്ട് സർചാർജിൻ്റെ എത്രയാണ്? 25% ആണ്. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെയും അണ്ടർ 111A സർചാർജ് ലിമിറ്റ് എത്രയായിരിക്കും? 15%. ഇറ്റ്സ് ക്യാപ്ഡ് അപ് ടു 15%. സോ നത്തിങ് മോർ. സോ അതിൻ്റെ മേളിൽ പോകാനായിട്ട് കഴിയില്ല. സോ അതുകൊണ്ടാണ് അത് മാത്രം 15% വന്നത്. സോ ഇവിടെ ടോട്ടൽ ടാക്സ് പ്ലസ് സർചാർജ് വന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,18,73,750 വരും. അതിനോടൊപ്പം നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. എത്ര വരുന്നുണ്ട്? 8,74,950. നിങ്ങൾ ചെയ്യണം. ഞാനിതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ഇത് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ടോട്ടൽ ടാക്സ് പേയബിൾ എത്ര വരുന്നുണ്ട്? 2,27,48,700. 2,27,48,700. 2
27,48,000. സോ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഇറ്റ്സ് ദയർ. 2,27,000 2,27,48,700. ബാക്കി എല്ലാ ഓപ്ഷനും തെറ്റാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത്തരത്തിൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഡിവിഡൻഡിങ്ങും കൂടി വരുന്ന കേസുകളിൽ എങ്ങനെയാണ് സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തോളാം. ഐ ഹോപ്പ് ഞാൻ തന്നിരിക്കുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഓരോ ദിവസവും ഏരിയ പഠിക്കേണ്ട, ടാക്സിൽ നിന്ന് കവർ ചെയ്യേണ്ട ഏരിയാസിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നൽകി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെസീറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്? ഇനി താഴെ പറയുന്നതിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഇൻകം ഏതൊക്കെയാണ്? ഒന്ന്, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ഫ്രം എക്സ് എംപ്ലോയർ. സോ ഇത് സാലറി ഹെഡിലാണ് വരിക. റെൻ്റൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലാണ് വരിക. ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് റൂറൽ ആഗ്രോ ലാൻഡ്, ഇറ്റ്സ് ആക്ച്വലി നോട്ട് ആൻ ഇൻകം. ഇതൊരു ഇൻകമേ അല്ല. ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ വരില്ല. കാരണം റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്, നോട്ട് എ ക്യാപിറ്റൽ. സോ ഇതൊരിക്കലും നിങ്ങൾക്കൊരു ഇൻകം അല്ല. ഈവൻ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലും അത് വരില്ല. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻകം ഫ്രം റേസിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പഞ്ചായത്തിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ്, വേണമെങ്കിൽ നമുക്കതിനെ ചലഞ്ച് ചെയ്യാം. റേസിങ്ങിലൂടെ കിട്ടുന്ന വരുമാനം അതർ സോഴ്സിൽ തന്നെ എടുക്കണമെന്നില്ല. PGBPയിൽ വേണമെങ്കിൽ എടുക്കാം, അങ്ങനെയൊക്കെ പറയാം. എങ്കിലും നമുക്കിവിടെ ബാക്കി ഇവിടെ തന്നിരിക്കുന്ന 3 ഓപ്ഷനിലുള്ളതും നമുക്ക് ഒരിക്കലും അത് അതർ സോഴ്സിൽ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ നമുക്ക് സാധ്യതയുള്ളത് 4ാമത്തേതിലാണ്. സോ ഇൻകം ഫ്രം റേസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡെഫിനറ്റ്ലി കമ്മിങ് അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. നെക്സ്റ്റ്, വൈൽ കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് കോമ്പൻസേഷൻ, a standard deduction is allowed. Okay, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് കോമ്പൻസേഷൻ, ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള രീതി പലിശ കിട്ടിയാൽ പലിശ ഉറപ്പായിട്ടും ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. പക്ഷെ കിട്ടുന്ന തുക മുഴുവൻ നമുക്ക് ഇൻകം അല്ല. അതിൽ നിന്ന് വി കുഡ് ക്ലെയിം എ ഡിഡക്ഷൻ, ആൻഡ് ഡിഡക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ് ടു എ ഫ്ലാറ്റ് ഡിഡക്ഷൻ ഈസ് ആക്ച്വലി അലൗഡ്. 50% ആണ്, 50% ഡിഡക്ഷൻ, 30%, 15% നിൽ, ഇതൊക്കെ തെറ്റാണ്. നെക്സ്റ്റ്, വെൻ ഇൻകം ഓഫ് എ മൈനർ ഈസ് ക്ലബ്ഡ്, മൈനറുടെ ഇൻകം നമ്മൾ ക്ലബ് ചെയ്യുന്ന സമയത്ത് അസസി വിൽ ഗെറ്റ് ഡിഡക്ഷൻ അണ്ടർ 1032. ഇത് ഡിഡക്ഷൻ അല്ല, ഇറ്റ്സ് എക്സംഷൻ. 1032, 10 ക്ലോസ് 32 പ്രകാരം നമ്മൾക്ക് എത്ര രൂപ വരെയാണ് എക്സംഷൻ കിട്ടുക? 1,500 പെർ ചൈൽഡ്. അതൊരു ശരിയായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. മറ്റൊരു ഓപ്ഷൻ ഒന്നുണ്ട്, ഇൻകം ക്ലബ്ഡ് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 1,500 പെർ ചൈൽഡ്. ആക്ച്വലി ഇതാണ് കറക്റ്റ്. ഇപ്പോൾ 1000 രൂപയാണ് കുട്ടിയുടെ ഇൻകം എങ്കിൽ നമുക്ക് 1000 രൂപയെ നമുക്ക് എക്സംഷൻ എടുക്കാൻ പറ്റുള്ളൂ. 1,500 പറ്റത്തില്ല. 1,500 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ 2ാമത്തെ ഓപ്ഷനാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകുന്നത്. സച്ച് ഡിഡക്ഷൻ ഈസ് നോട്ട് അവൈലബിൾ, തെറ്റാണ്. 2,000 പെർ ചൈൽഡ്, അതും തെറ്റാണ്. സോ ഇവിടെ സെക്കൻഡ് ആൻസർ ആണ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TDS ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ഡിഡക്റ്റഡ് അണ്ടർ 194A. സോ എന്താണ് ഈ 194A? TDS ഓൺ ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ നിന്നുള്ള അല്ലാത്ത ഇൻട്രസ്റ്റുകളെ പറ്റിയാണ് 194A പറയുന്നത്. 194A പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 5,000 രൂപയ്ക്ക് മേളിൽ പോയാൽ നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്യണമെന്നാണ്. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 5,000 ആണ്. മറ്റു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ് എന്നാണ്. വെൻ ഡിഡ് GST കം ഇൻ ടു എഫക്ട് ഇൻ ഇന്ത്യ? നിങ്ങൾക്ക് 1 ജൂലൈ 2017. Who is empowered to make law for the matters contained in List 1 of Schedule 7? Schedule 7 List 1. Schedule 7 ലിസ്റ്റ് 1 പ്രകാരം നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്ക് ഒരു സംശയം വേണ്ടത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് തെറ്റ്, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് തെറ്റ്, നൺ ഓഫ് ദി അബവ് തെറ്റ്. 9th ക്വസ്റ്റ്യൻ, പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു ബി, അത് ഇനി നമ്മൾ GST ക്വസ്റ്റ്യൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഡയറക്ട്ലി GST എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Person who is liable to be registered under section 22 or 24 shall apply for registration in every such state or union territory in which he is so liable within. എത്ര നാൾക്കുള്ളിൽ നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം? 30 days from the date on which he becomes liable to. നിങ്ങളതൊക്കെ ഈസി ആയിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ബാക്കിയെല്ലാം 15, 7 ഒക്കെ തെറ്റാണ്. Then which of the following activities or transactions shall be treated neither as supply
of goods or supply of service. So negative list. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഉറപ്പാണ് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒരിക്കലും ഒരു സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. ലീസ് ഓഫ് ലാൻഡ് സർവീസാണ്. റെന്റ് ഓഫ് ബിൽഡിംഗ് യെസ് സർവീസാണ്. ഓൾ ഓഫ് ദി അബോവ് തെറ്റാണ്. സോ സെയിൽ ഓഫ് ലാൻഡ് മാത്രമാണ് നമുക്ക് സപ്ലൈ ആയി കണക്കാക്കാൻ കഴിയാത്തത്. 11. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗുഡ്സ് മാനുഫാക്ചറർ ഈസ് നോട്ട് അലൗഡ് ടു ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ സ്കീം? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ ഇനി പറയുന്നതിൽ എന്ത് മാനുഫാക്ചർ ചെയ്യുന്നവർക്കാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ കഴിയാത്ത? പാൻ മസാല മാനുഫാക്ചർ ചെയ്യുന്നവർക്ക്, ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യുന്നവർക്ക്, ടോപ്പിക്കൽ ആൻഡ് മാനുഫാക്ചേർഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ടൊപ്പിക്കൽ എന്നല്ല കേട്ടോ, ടൊബാക്കോ ആൻഡ് ടൊബാക്കോ മാനുഫാക്ചർഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സോ ഇവിടെ ഈ പറയുന്ന 3 പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നവർക്കും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. Under which article of the Constitution of India GST Council has been constituted? നമുക്കറിയാലോ 279A, 246 തെറ്റാണ്, 246A തെറ്റാണ്, 265 തെറ്റാണ്. 13. Which of the following is taxable even for imported goods? ഓക്കെ, നമ്മളിനി നേരെ കസ്റ്റംസിലേക്ക് കടന്നിരിക്കുക. കസ്റ്റംസിന്റെ ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദ ഡേറ്റ് ഓൺ വിച്ച് ഗുഡ്സ് ക്രോസസ് ദി കസ്റ്റംസ് ബാരിയർ. നമ്മൾ ക്ലാസ്സിൽ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കസ്റ്റംസ് ബാരിയർ ക്രോസ് ചെയ്യുമ്പോഴാണ്, ഇത് കസ്റ്റംസിന്റെ കയ്യിലേക്ക് ഗുഡ്സ് എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത് ടാക്സബിൾ ഈവന്റ്. നമ്മൾ അവിടെ നിന്ന് നമ്മളതിനെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ എടുക്കണം. അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ കസ്റ്റംസ് ബാരിയർ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന സമയം, അതിന് നമ്മൾ ബിൽ ഓഫ് എൻട്രി സമർപ്പിക്കണം, കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സമർപ്പിക്കാനുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആക്കാനുള്ള സമയം ആകുമ്പോഴാണ് നമുക്ക് ടാക്സബിൾ ഇവന്റ് എത്തുക. ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഇറ്റ്സ് എ സബ്സിഡറി ടു ദ ഫസ്റ്റ് പോയിന്റ്. അതിൻ്റെ ഭാഗമാണ് ഈ ബിൽ ഓഫ് എൻട്രി. കസ്റ്റംസ് ബാരിയർ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് പ്രസന്റേഷൻ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ടെറിട്ടോറിയൽ വാട്ടർ തെറ്റാണ്. അൺലോഡിംഗ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അറ്റ് കസ്റ്റംസ് പോർട്ടും തെറ്റാണ്. ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് IGST on imported goods, one of the following shall not be included in the computation. താഴെ പറയുന്നതിൽ ഒരു ഐറ്റം വാല്യൂവിനകത്ത് ഉൾപ്പെടില്ല. കാരണം IGST എന്ന് പറയുന്ന ടാക്സ് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഗുഡ്സിൻ്റെ മേളിൽ നമുക്ക് IGST കൂടി പേ ചെയ്താൽ മാത്രമേ ഗുഡ്സ് നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഇറക്കുമതി ചെയ്ത പ്രോഡക്റ്റിനൊരു അസസിബിൾ വാല്യൂ ഉണ്ടാകും. ആ അസസിബിൾ വാല്യൂവിൻ്റെ മേളിൽ വരുന്ന മറ്റ് ടാക്സസ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ IGST കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അസസിബിൾ വാല്യൂ ഉണ്ടാവും, പിന്നെ അതിൻ്റെ മേളിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ചെയ്യും, പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ സോഷ്യൽ വെൽഫെയർ സർചാർജ് ആഡ് ചെയ്യും, പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സ്പെഷ്യൽ ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ടിൻ്റെ മേളിലാണ് നമ്മൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യുക IGST. ഇവിടെ താഴെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യേണ്ട ഏതാണ്? അത് GST കോമ്പൻസേഷൻ സെസ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോഷ്യൽ വെൽഫെയർ സർചാർജ് ആഡ് ചെയ്തേ പറ്റുള്ളൂ, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ആഡ് ചെയ്തേ പറ്റുള്ളൂ. നൺ ഓഫ് ദി നെക്സ്റ്റ്. Where the transport charges are simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നോട്ട് അവൈലബിൾ ഫോർ അസർട്ടൈനിങ് ദ അസസിബിൾ വാല്യൂ ഫോർ കസ്റ്റംസ് ഡ്യൂട്ടി. പെർസെൻറ്റേജ് ഓഫ് FOB വാല്യൂ ടു ബി ടേക്കൺ ഈസ്. അതായത് നിങ്ങളിപ്പോൾ ഗുഡ്സ് ഇറക്കുമതി ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചാർജസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അത് ആഡ് ചെയ്യാതിരിക്കണമോ വിട്ട് കളയണമോ? അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കറിയാം. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? കസ്റ്റംസ് FOBയുടെ 20% ആണ് നമ്മൾ എടുക്കേണ്ടത്. ആൻസർ ഈസ് 20%. 10%, 25% ഇതെല്ലാം തെറ്റായിട്ടുള്ള ഉത്തരമാണ്. സോ വിത്ത് ദാറ്റ് വി ആർ കംപ്ലീറ്റിംഗ് 15 ക്വസ്റ്റ്യൻസ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നേരെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മളിനി സെക്ഷൻ ബിയിലേക്കാണ് പോകുന്നത്. നമ്മൾ സെക്ഷൻ ബിയിൽ നമുക്ക് മൊത്തം 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഈ 7 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ ആണ് 7 എണ്ണം. അതിൽ ആ മെയിൻ ക്വസ്റ്റ്യനകത്ത് തന്നെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പം അങ്ങനെ 7 ഗുണം 2 14 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ചെയ്യണം. 5 മെയിൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ 5 ഗുണം 2 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിലെ ഓരോ ക്വസ്റ്റ്യനും 7 മാർക്ക് വെച്ച് അങ്ങനെ മൊത്തം 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിനി വരാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ MCQവിനകത്ത് 30 മാർക്ക് കവർ ചെയ്തു. അപ്പോൾ 30, 70 അങ്ങനെ മൊത്തം 100 മാർക്ക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ ഇത് ഇൻകം ടാക്സിൽ നിന്നുള്ള തന്നെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2A രണ്ടാമത്തേനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാം പ്രൊവൈഡ്സ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം. കാൽക്കുലേറ്റ് ദി ഇൻകം വിച്ച് ഈസ് ലയബിൾ ടു ബി ടാക്സ്ഡ് ഇൻ ഇന്ത്യ. രാം എന്ന് പറയുന്ന ഒരാൾ അയാളുടെ
വരുമാനത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഫോർ അസസ്മെൻറ്റ് ഇയർ 2025-26. അസ്യൂമിങ് ദാറ്റ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ധാരാളം ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രാം ഒരു ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന് ആൻസർ പറയേണ്ടത്. സോ രാമിൻ്റെ ഒരു 7 ഇൻകം ഇവിടെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഇൻകവും രാമിൻ്റെ കയ്യിൽ ടാക്സബിൾ ആകുമോ, അയാളൊരു ഓർഡിനറി ആണെങ്കിൽ ടാക്സബിൾ ആകുമോ, നോട്ട് ഓർഡിനറി ആണെങ്കിൽ ടാക്സബിൾ ആകുമോ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സബിൾ ആകുമോ എന്നാണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊന്ന് ബ്രീഫായിട്ടൊരു കാര്യം പറയാം. ഒരു ഓർഡിനറി റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും, അത് ഇന്ത്യൻ ഇൻകം ആണെന്നുണ്ടെങ്കിലും ഗ്ലോബൽ ഇൻകം ആണെന്നുണ്ടെങ്കിലും നമ്മളതിന് ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇളവുമില്ല. ഇഫ് യു ആർ ആൻ ഓർഡിനറി റെസിഡൻറ്റ് യു നീഡ് ടു പേ ടാക്സ് ഫോർ ഓൾ യുവർ ഇൻകം ജനറേറ്റഡ് വെദർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുമുള്ള ഡിഫറൻസിയേഷൻ, വേർതിരിവും ഇല്ല. എല്ലാ തരം ഇൻകത്തിനും നിങ്ങൾ ടാക്സബിൾ ആണ്, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങളൊരു നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഇൻകത്തിനെല്ലാം തന്നെ നിങ്ങൾ എന്ത് കൊടുത്തേ പറ്റുള്ളൂ, ടാക്സ് കൊടുത്തേ പറ്റൂ. ഇനി വിദേശ വരുമാനത്തിന്, ഇന്ത്യക്ക് പുറത്തുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കണം. അതിൽ ചില വരുമാനങ്ങൾക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഒന്ന്, ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം. ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതൊരു ഇന്ത്യക്ക് പുറത്തുള്ളൊരു വരുമാനമാണ്. ആ വരുമാനത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും, പ്രൊവൈഡഡ് ആ ബിസിനസ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യക്കകത്ത് ഇരുന്നു കൊണ്ടാണ്. അതായത് നിങ്ങൾ ഇന്ത്യക്കകത്താണുള്ളത്, ബിസിനസ് ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്കകത്തിരുന്നു കൊണ്ട് നിങ്ങൾ ആ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ വരുമാനത്തിനും നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും ഇഫ് യു ആർ ആൻ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. എന്നാൽ ആ ബിസിനസ് പൂർണ്ണമായി ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല ഇഫ് യു ആർ എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അതുപോലെ മറ്റൊരു വരുമാനം പ്രൊഫഷണൽ ഇൻകമാണ്. നിങ്ങൾക്ക് പ്രൊഫഷനിൽ നിന്നൊരു ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ പ്രൊഫഷൻ എക്സസൈസ് ചെയ്ത് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്ത്, പക്ഷേ ആ പ്രൊഫഷൻ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രൊഫഷൻ്റെ നിങ്ങളുടെ ഓഫീസും എംപ്ലോയീസും മൊത്തം കാര്യങ്ങൾ എവിടെയാണ്, ഇന്ത്യക്കകത്താണ്. അപ്പോൾ ആ പ്രൊഫഷനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന എവിടെയാണ്, ഇന്ത്യക്ക് അകത്താണ്. എന്നാൽ നിങ്ങളത് എക്സസൈസ് ചെയ്തത് എവിടെയാണ്, ഇന്ത്യക്ക് പുറത്താണ്. അങ്ങനെയാണെങ്കിലും ആ വരുമാനത്തിന് യു നീഡ് ടു പേ ടാക്സ് ഇൻ ഇന്ത്യ പ്രൊവൈഡഡ് യു ആർ എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇനി നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഇൻകത്തിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻകം ടാക്സ് അടച്ചാൽ മതി. ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം ജനറേറ്റഡ്, റിസീവ്ഡ്, അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് ടു പേ ടാക്സ് ഇഫ് യു ആർ എ നോൺ റെസിഡൻറ്റ്. സോ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ, ഇതാണ് എനിക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തം ബ്രീഫാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ. നോക്കൂ, ഇൻകം ശമ്പളമാണ്, റിസീവ് ചെയ്തിരിക്കുന്ന എവിടെയാണ്, ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഇന്ത്യൻ ഇൻകമാണ്. ഇന്ത്യക്കകത്ത് റിസീവ് ചെയ്ത ഇൻകം അല്ല, ഇന്ത്യൻ ഇൻകമാണ്. ഇന്ത്യൻ ഇൻകമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അതായത് നിങ്ങളൊരു ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡൻ്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം. സോ ഓൾ 3 കേസസ് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, യെസ്, ഓൾ കേസസ് ടാക്സബിൾ. ഓക്കെ, അടുത്തത് ഇൻകം ഫ്രം ടീ ബിസിനസ് എവിടെയാണ്, നേപ്പാൾ. ബീങ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. സോ ബിസിനസ് എവിടെയാണ്, നേപ്പാളിലാണ്. സോ അത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻകമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യൻ ഇൻകം അല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ, ടാക്സ് കൊടുത്തേ പറ്റും. ഗ്ലോബൽ ഇൻകത്തിന് ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് അടച്ചേ പറ്റുള്ളൂ. സോ ഈ വരുമാനത്തിന് ഓർഡിനറി റെസിഡൻറ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ടാക്സബിലിറ്റി വരും. ഇനി നോട്ട് ഓർഡിനറി, ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ, ഇത് ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ്സാണ്, പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് ടാക്സ് അടച്ചേ പറ്റുള്ളൂ. പക്ഷേ നോൺ റെസിഡൻറ്റിന് ഇന്ത്യൻ വരുമാനത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. അതുകൊണ്ട് നോൺ റെസിഡൻറ്റിന് ഇത് ടാക്സബിൾ അല്ല. സോ ഇത് ഓർഡിനറി ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. സോ ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് കേസിൽ മാത്രമേ ഇത് ടാക്സബിൾ ആവത്തുള്ളൂ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ കമ്പനി ഡെപ്പോസിറ്റ്സ് ഇൻ കാനഡ. സോ ഇൻകം ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകമാണ്, പക്ഷേ അതിൻ്റെ 1/3 റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതായത് മൊത്തം 30,000 രൂപയാണ്, അതിൽ 10,000 റിസീവ്ഡ് ഇൻ ഇന്ത്യയാണ്. 10,000 ഇന്ത്യയിലാണ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ 10,000 രൂപ ടാക്സബിൾ ഇൻ
ഓൾ കേസസ്. ബാക്കി 20,000 ഉണ്ടല്ലോ, റിമൈനിങ് 20,000. ആ 20,000 നിങ്ങൾക്ക് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ ടാക്സബിൾ ആകും. പക്ഷേ നോട്ട് ഓർഡിനറിയുടെ കേസിലോ നോൺ റെസിഡൻറ്റിൻ്റെ കേസിലോ അത് ടാക്സബിൾ ആവില്ല. സോ 20,000 ഓർഡിനറി റെസിഡൻറ്റ് ടാക്സബിൾ, 20,000 ഓർഡിനറി റെസിഡൻറ്റ്. കാരണം ബാക്കി 20,000 രൂപ ഒരു ഗ്ലോബൽ ഇൻകമാണ്, ഇന്ത്യക്ക് പുറത്തുള്ള വരുമാനമാണ്. അത് നോട്ട് ഓർഡിനറിയുടെ കേസിൽ നോൺ റെസിഡൻറ്റ് കേസിൽ എന്താവുകയില്ല, ടാക്സബിൾ ആവുകയില്ല. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ മുംബൈ. നോക്കൂ, മുംബൈയിലുള്ള ബിസിനസ്സാണ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ഇൻകമായി. സോ അങ്ങനെ വരുമ്പോൾ ടാക്സബിൾ ഓൾ കേസസ്, എല്ലാ കേസിലും എന്താവും, ടാക്സബിൾ ആവും. പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2022-23. നോക്കൂ, ഇത് ഏത് വർഷമാണ്? അസസ്മെൻറ്റ് ഇയർ 25-26 ആണ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ഏതാണ് വരിക? 2024-25. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2024-25 അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 24-25 ഇൻകത്തെ പറ്റിയാണ്. സോ ഇത് 22-23 ഇൻകം നമ്മൾ ഒരു ബിസിനസ് ഇൻകം ആയിരുന്നു. അത് എവിടെയുള്ള ഇൻകമാണ്? ടോക്കിയോയിലുള്ള ഇൻകമാണ്. അത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? റെമിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 2-3 വർഷം മുന്നേ ഉള്ള ഇൻകം നമ്മളവിടെ ഹോൾഡ് ചെയ്യായിരുന്നു. ആ ഇൻകം പിന്നീട് ഇന്ത്യയിലേക്ക് അയച്ചു എന്ന് കരുതി അത് വീണ്ടും എന്താവുകയില്ല, ടാക്സബിൾ ആവില്ല. ഇത് ആരുടെ കേസിലും ടാക്സബിൾ ആവുകയില്ല. സോ നോട്ട് ടാക്സബിൾ ഇൻ ഓൾ കേസ്. എല്ലാ കേസിലും ഇതെന്തല്ല, ടാക്സബിൾ അല്ല. മറ്റൊന്ന്, ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അതൊരു ഇന്ത്യൻ ഇൻകമാണ്. ഇന്ത്യൻ ഇൻകമാണ് എന്നുണ്ടെങ്കിൽ ടാക്സബിൾ all cases. Then income from a property in London. ഓക്കെ, ലണ്ടനിലുള്ളതാണ്, പക്ഷേ റിസീവ്ഡ് ഇൻ ഡൽഹി. അപ്പോൾ വീണ്ടും അത് ഇന്ത്യൻ ഇൻകമായി. ഇന്ത്യൻ ഇൻകമായി കഴിഞ്ഞാൽ ടാക്സബിൾ ഇൻ ഓൾ കേസസ്. ദെൻ ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ ബട്ട് റിസീവ്ഡ് ഇൻ കാനഡ. അത് പൂർണ്ണമായിട്ടൊരു ഗ്ലോബൽ ഇൻകമാണ്, ഇന്ത്യൻ ഇൻകം അല്ല. ഇന്ത്യക്ക് പുറത്ത് ജനറേറ്റ് ചെയ്തു, പുറത്ത് തന്നെ റിസീവ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് ആരുടെ കേസിൽ മാത്രം ടാക്സബിൾ ആകും? ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രം ടാക്സബിൾ ആകും. നെക്സ്റ്റ്, ഇൻകം ഫ്രം എ ബിസിനസ് ഇൻ ജാംബിയ. ഓക്കെ, ഒരു ആഫ്രിക്കൻ രാജ്യമാണ്, ബട്ട് കൺട്രോൾഡ് ഫ്രം തുർക്കി. ഓക്കെ, അപ്പോൾ ആ തുർക്കിയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകമാണ്, ഗ്ലോബൽ ഇൻകമാണ്. എഗെയിൻ ഇത് ആരുടെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ? ഒരു ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ. സോ ഇനി ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫോർമാറ്റ് ഇതാ. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ സൈഡിൽ എഴുതി വെക്കണം. അപ്പോൾ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിരിക്കണം, ഓരോ കേസിൻ്റെയും ആൻസർ എന്താണെന്നുള്ള സൈഡിൽ എഴുതിയതിന് ശേഷം അവർ ആൻസർ പ്രസൻറ്റേഷൻ ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി വെൽ കൺവേയ്ഡ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ പ്രസൻറ്റേഷൻ രീതി ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഇൻകം ലയബിൾ ടു ബി ടാക്സ്ഡ് ഇൻ ഇന്ത്യ ഫോർ RAM ഫോർ അസസ്മെൻറ്റ് 25-26. 4 കോളം കൊടുത്തു, പർട്ടിക്കുലേഴ്സ്. ദെൻ RAM ഒരു ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെ. ഓരോ വരുമാനവും നമുക്ക് ടാക്സബിൾ ആവുന്ന എങ്ങനെയാണെന്ന് നോക്കിയാൽ, ആദ്യത്തെ കേസ് 1,40,000 നമ്മൾ പറഞ്ഞു ടാക്സബിൾ ഓൾ കേസസ്, ശരിയല്ലേ? അതുകൊണ്ടല്ലേ നോക്കിയേ, 3 കേസിലും നമ്മൾ 1,40,000, 1,40,000, 1,40,000. രണ്ടാമത്തെ ടി ബിസിനസ് ആരുടെ കേസിൽ മാത്രം? OR ആൻഡ് നോട്ട് ഓർഡിനറി, ഓർഡിനറി റെസിഡൻ്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ്. മറ്റാണെന്നുണ്ടെങ്കിലോ 10,000 എന്താ നോക്കിയേ, 3 പേരുടെ കേസിലും ടാക്സബിൾ ആവുമെന്ന് നമ്മൾ പറഞ്ഞു. ഇതാ ടാക്സബിൾ ഇൻ ഓൾ 3 കേസസ്, ഓൾ കേസസ്. അതിൽ പിന്നെ 20,000 ഓർഡിനറി റെസിഡൻ്റ് കേസ് ടാക്സബിൾ ആവും നമ്മൾ പറഞ്ഞു. മറ്റുപേരുടെ 2 പേരുടെയും കേസ് ടാക്സബിൾ ആവില്ല എന്ന് നമ്മൾ പറഞ്ഞു. മുംബൈ 1 lakh 3 പേരുടെ കേസിൽ എന്തായി, ടാക്സബിൾ. പിന്നെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന നോട്ട് ടാക്സബിൾ ഇൻ ഓൾ കേസസ് പറഞ്ഞു കൊണ്ടു, നിൽ നിൽ നിൽ. അതിനുശേഷം 45,000 പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ടാക്സബിൾ ഓൾ കേസസ് കണ്ടു, 45, 45, 45. ദെൻ 1,50,000 ഓൾ കേസസ് ടാക്സബിൾ ആവുമെന്ന് പറഞ്ഞു, 1,50,000, 1,50,000, 1,00,000. ഇൻകം ഫ്രം പ്രോപ്പർട്ടി ലണ്ടൻ, അത് ഓർഡിനറി റെസിഡൻ്റ് കേസ് മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ കണ്ടോ. പിന്നെ 10,000 ഇതും ഓർഡിനറി റെസിഡൻ്റ് കേസിൽ മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ. ഇൻ ദിസ് വേ യു നീഡ് ടു പ്രസൻറ്റ് യുവർ answer. So your answer must be well conveyed to the institute. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പേപ്പർ കറക്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൻസർ പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ഇതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ.
ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതുപോലുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നിങ്ങളുടെ ഭാഗ്യമാണ്, പെട്ടെന്ന് 7 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ബി പാർട്ട്, ഈ ക്വസ്റ്റ്യൻ, മിസ്റ്റർ ഭാരത് ഓഫ് സിലിഗുരി is offered an employment by Vimal and Co Limited. സോ ഒരു കമ്പനിയിൽ നമ്മുടെ ഭരത്തിന് ജോലി കിട്ടി, ഇത് കൊൽക്കത്തയിലാണ് കമ്പനി, ഓൺ എ ബേസിക് സാലറി ഓഫ് 5,500 പെർ മന്ത്. അതർ അലവൻസസ് ആർ ഡിയർനെസ് അലവൻസ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. നമ്മൾ സാലറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡി എ ഫോമിംഗ് പാർട്ടാണോ നോട്ട് ഫോമിംഗ് പാർട്ടാണോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം പല എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡി എ പൂർണ്ണമായും എടുക്കാറില്ല. ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഓർ സാലറി മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഇവിടെ എന്തായാലും നോട്ട് ഫോമിംഗ് പാർട്ടാണ് തന്നിരിക്കുന്നത്, 4,000 പെർ മന്ത്. ദെൻ മെഡിക്കൽ അലവൻസ് 1,000 പെർ മന്ത്, ബോണസ് ബീങ് 1 month ബേസിക് സാലറി. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. Company gives an option to him either to take a rent-free accommodation in Kolkata of the fair rental value of 1,000 per month. അപ്പോൾ കമ്പനി അവനോട് പറഞ്ഞു, കമ്പനി ഒരു ഗീവ്സ് ആൻ ഓപ്ഷൻ, അവനൊരു ഓപ്ഷൻ നൽകി. എന്താണ് ഓപ്ഷൻ? ഒന്നുകിൽ നിനക്ക് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാം, ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കൊൽക്കത്തയിൽ തരാം. കൊൽക്കത്ത ഒരു വലിയ നഗരമാണ്, അത്യാവശ്യം വലിയ പോപ്പുലേഷൻ, 40-40 ലക്ഷത്തിന് മേളിൽ പോപ്പുലേഷനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിനക്ക് എന്ത് തരാം, ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ തരാം. അതിൻ്റെ ഫെയർ റെൻ്റൽ വാല്യൂ എത്രയുണ്ട്, 1,000 പെർ മന്ത് ഉണ്ട്. ഓർ ടു, അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, ഒരു അക്സെപ്റ്റ് എ ക്യാഷ് ഹൗസ് റെൻറ്റ് അലവൻസ് ഓഫ് 1,000 പെർ മന്ത്. അല്ലെങ്കിൽ നിനക്ക് 1,000 പെർ മന്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഹൗസ് റെൻറ്റ് അലവൻസ് തരാം. നീ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു, അതിൻ്റെ ഇഷ്ടം. ഹി ഡിസൈഡ്സ് ടു അക്സെപ്റ്റ്. അവൻ എന്ത് ചെയ്തു, ശരി, അവന് ഇഷ്ടപ്പെട്ടൊരു വീട്, അവന് ഒരു പക്ഷേ എംപ്ലോയർ കൊടുത്ത വീട് ഇഷ്ടപ്പെട്ട് കാണില്ല, അപ്പോൾ അവൻ ഹൗസ് റെൻറ്റ് അലവൻസ് തന്നാൽ മതി, ഞാൻ വീട് എടുത്തോളാമെന്ന് പറഞ്ഞു. സോ ഹി ടേക്സ് എ ഹൗസ് ഇൻ കൊൽക്കത്ത അറ്റ് എ മന്ത്ലി റെൻറ്റ് ഓഫ് 1,000. ഹി ഹാസ് ഓപ്റ്റഡ് ഫോർ ഓൾഡ് റെജിം. അവൻ ഏത് ഓപ്റ്റ് ചെയ്തു, ഓൾഡ് റെജിം. ഡിസ്കസ് വിത്ത് റീസൺ വെദർ ഹി ഹാസ് മെയ്ഡ് എ വൈസ് ചോയ്സ് ഫ്രം ടാക്സ് അഡ്വാൻറ്റേജ് വ്യൂ. അവൻ ശരിക്കും ഒരു ഡിസ്കസ് വിത്ത് റീസൺ വെദർ ഹി ഹാസ് മെയ്ഡ് എ വൈസ്, അവൻ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണ്. ഇപ്പോൾ 2 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് നല്ലത്? ഇപ്പോൾ അവൻ എന്തായാലും ഒരു ഓപ്ഷൻ എടുത്തു, അവൻ HRA എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അത് അവൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അഭിപ്രായം പറയണം. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. അവൻ്റെ ഇൻകം, HRA മേടിച്ചാൽ അവൻ്റെ ടോട്ടൽ സാലറി എത്ര വരും, അതുപോലെ തന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എടുത്തിരുന്നെങ്കിൽ അവൻ്റെ ടോട്ടൽ സാലറി, ടാക്സബിൾ സാലറി എത്ര വരും എന്നുള്ളത് പോകുന്നു. സോ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വെൻ ഹി ടേക്സ് HRA എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. അവൻ്റെ ബേസിക് സാലറി തന്നിട്ടുണ്ട്, എത്രയുണ്ട്, 5,500 വെച്ചാണ് തന്നിരിക്കുന്നത് അല്ലേ. 5,500 ഇൻറ്റു 12, 66,000. ബോണസ് 1 month ബേസിക് സാലറിയാണ്. സോ 1 month ബേസിക് സാലറി എന്ന് പറയുമ്പോൾ 5,500. ഡിയർനെസ് അലവൻസ് 4,000 വെച്ചാണ് തന്നിരിക്കുന്നത്. സോ 4,000 ഇൻറ്റു 12, 48,000. മെഡിക്കൽ അലവൻസ് 1,000 വെച്ചാണ് തന്നിരിക്കുന്നത്. 1,000 ഇൻറ്റു 12,000. ഇനി HRA മാസം കൊടുത്തിട്ടുണ്ട്. HRA 1,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1,000 ഇൻറ്റു 12, 12,000. HRA മേടിച്ചിട്ട് ആ മേടിച്ച HRA കൊണ്ട് വാടക കൊടുത്താൽ ദർ ഈസ് ആൻ എക്സംഷൻ. ഏതാണ് എക്സംഷൻ? 10(13)(a) 10 Clause 13(a) എന്ന സെക്ഷൻ പ്രകാരം ദർ ഈസ് ആൻ എക്സംഷൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് ടാക്സ് റെജിം അല്ല ചൂസ് ചെയ്യേണ്ടത്, പകരം ഓൾഡ് ടാക്സ് റെജിം അല്ലെങ്കിൽ ഓപ്ഷണൽ ടാക്സ് റെജിമാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന അവൻ ഏത് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഹി ഓപ്റ്റഡ് ഓൾഡ് ടാക്സ് റെജിം എന്നാണ്. സോ അതുകൊണ്ട് അവന് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി എത്രയാണ് എക്സംഷൻ? ഒന്നുകിൽ അവൻ യഥാർത്ഥത്തിൽ കിട്ടിയ തുക, ആക്ച്വലി എമൗണ്ട് കിട്ടി, എത്രയുണ്ട്, 12,000. അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെൻറ്റ് പെയ്ഡ് അവൻ 1,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. റെൻറ്റ് പെയ്ഡ് 1,000 രൂപ വെച്ചാണ് കൊടുത്തത്. അപ്പോൾ 1,000 ഇൻറ്റു 12 എത്ര വരുന്നുണ്ട്, 12,000 മൈനസ് 10% ഓഫ് സാലറി. ഇവിടെ ഈ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി, DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി, കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റനിലുള്ളത്? ഒന്ന് ബേസിക് സാലറി, മറ്റൊന്ന് DA. പക്ഷേ DA നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പാടില്ല, ബേസിക് സാലറി മാത്രമേ എടുക്കാവൂ. സോ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 10% ഓഫ് ബേസിക് സാലറി. 10% ഓഫ് ബേസിക് സാലറി എന്ന് പറയുമ്പോൾ 66,000, 10% എന്ന് പറയുമ്പോൾ 6,600.
സോ 12,000 മൈനസ് 6,600 എന്ന് പറഞ്ഞാൽ 5,400. ദെൻ 50% ഓഫ് സാലറി. മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ഈ പറയുന്ന 4 നഗരങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ 50% ഓഫ് സാലറി. മറ്റ് നഗരങ്ങളാണെങ്കിൽ 40% ഓഫ് സാലറി. ഇവന് അക്കോമഡേഷൻ എവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്? കൊൽക്കത്തയിലാണ് അല്ലേ? കൊൽക്കത്തയിലാണ് ഇവന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൊൽക്കത്തയിലാണ്. ഹൗസിംഗ് കൊൽക്കത്തയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50% ഓഫ് സാലറിയാണ് വരിക. 50% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 33,000, അതായത് 66,000-ൻ്റെ 50% വരുന്നത്. സോ 33,000. സോ ഇത് ലീസ്റ്റ് ഏതാണ്? 12,000 ആണോ, 33,000 ആണോ, 5,400 ആണ് ലീസ്റ്റ്. സോ 5,400. സോ മൊത്തം 12,000 രൂപയാണ് HRA കിട്ടിയത്. അതിൽ 5,400 രൂപ എക്സംപ്റ്റഡ് ആണ്. സോ 6,600 ടാക്സബിൾ HRA. സോ അങ്ങനെ വരുമ്പോൾ ഗ്രോസ് സാലറി 1,38,100. ഇനി റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് പുള്ളി എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? ബേസിക് സാലറിയിലൊന്നും തന്നെ മാറ്റമൊന്നുമില്ല. ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. 48,000, 12,000 ഇതുവരെ ഓക്കെയാണ്. ഇനി അവന് HRA ഇല്ല. HRAക്ക് പകരം റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണല്ലോ. അപ്പോൾ കൊൽക്കത്തയിലാണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം അക്കോമഡേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എംപ്ലോയറുടെ സ്വന്തം അക്കോമഡേഷനാണ്. അല്ല എന്നൊരിടത്ത് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഫെയർ റെൻ്റൽ വാല്യൂ 1,000 പെർ മന്ത്. ഓക്കെ, അതിനോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവന് എന്തായിരിക്കും വരുന്നത്? 10% ഓഫ് സാലറി. ബീങ് 10% ഓഫ് സാലറിയാണ് ഇവിടെ. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി എടുക്കും, ബോണസ് എടുക്കും, DA ഫോമിംഗ് പാർട്ടാണ് എടുക്കുക. ഇവിടെ നമുക്ക് DA നോട്ട് ഫോമിംഗ് പാർട്ട് ആയതുകൊണ്ട് നമ്മളത് എടുക്കത്തില്ല. സോ ബാക്കി അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ 66,000 പ്ലസ് 5,500 പ്ലസ് 12,000, 83,500 വരുന്നുണ്ട്. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 8,350 വരും. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 8,350. സോ യുവർ ഗ്രോസ് സാലറി വിൽ ബി 1,39,850. സോ ഇവിടെ അവൻ ഏത് ചൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ HRA ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ തീരുമാനം കറക്റ്റായിരുന്നു. കാരണം HRA ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് 1,38,100 വരുന്നുള്ളൂ. മറ്റേതാകുമ്പോൾ 1,39,850 വരുന്നുള്ളൂ. സോ ഹിസ് ഇൻകം വിൽ ബി ലോവർ ഇഫ് ഹി ചൂസ് HRA. സോ അതാണ്. അപ്പോൾ അവൻ്റെ തീരുമാനം കറക്റ്റായിരുന്നു. സോ അതിൻ്റെ ആൻസർ കൂടി നമ്മൾ എഴുതണം. മീൻസ് ദി SSC ഹാസ് ടേക്കൺ റൈറ്റ് ഡിസിഷൻ. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് വൺ. അതിൽ 2 brothers, വിരാട് ആൻഡ് രോഹിത്, ആർ co-owners ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി. സോ നമുക്കിതൊരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ഈക്വൽ ഷെയർ. സോ അവർ ഈക്വൽ ഓണേഴ്സാണ്. ദ പ്രോപ്പർട്ടി വാസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ 2016-17. The property consists of 8 identical units and is situated at Kerala. ഇത് നമുക്ക് ഇതേ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മുടെ CA ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അരുൺ ആൻഡ് ബിമൽ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിപ്പോൾ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഫൈനാൻഷ്യൽ ഇയർ 24-25, ഈച്ച് co-owner occupied 1 unit for residence and balance 6 units were let out at a rent of 12,000 per month per unit. സോ മൊത്തം ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൽ 8 ഐഡൻറ്റിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആണ്. അല്ലാതെ ഒരു മൊത്തം കെട്ടിടത്തെ അല്ല നമ്മളൊരു വീടായിട്ട് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കുന്നത്. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 8 ഐഡൻറ്റിക്കൽ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 8 ഹൗസ് പ്രോപ്പർട്ടിയാണുള്ളത്. ഈ 8 ഹൗസ് പ്രോപ്പർട്ടിക്കും കൂടി 2 ഓണേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ യൂണിറ്റ് 8 യൂണിറ്റ് ആണ്. അതിൽ ഓരോ യൂണിറ്റ് ഓരോരുത്തർ അവരവരുടെ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടി എടുത്തു. നമ്മൾ സെൽഫ് ഒക്യുപ്പേഷന് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ഹൗസ് പ്രോപ്പർട്ടിയുടെ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. ബാക്കി 6 എണ്ണം ഉണ്ട്. 6 എണ്ണം അവരെന്ത് ചെയ്തിരിക്കുകയാണ്? ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. 12,000 പെർ മന്ത് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 12,000 രൂപ വെച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന് 12,000 എന്ന് പറഞ്ഞാൽ 12,000 × 12 ആണ് ഒരു വർഷത്തെ മൊത്തം അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ARR എന്ന് പറയും. അപ്പോൾ 1,44,000 × 8. അപ്പോൾ 1,44,000 × 8 അല്ല 6. ഇനി ബാക്കി 6 എണ്ണമാണല്ലോ ഉള്ളത്. എന്തായിരിക്കും വരിക? നമുക്ക് നോക്കാം. 1,44,000 1,44,000 വരുന്നുണ്ട്. 8,64,000. 8,64,000 ആണ് റെൻ്റ് എന്ന് പറയും.
ഇനി ദ മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഈസ് 10 lakh. ആ കെട്ടിടത്തിൻ്റെ മൊത്തം മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ആൻഡ് മുനിസിപ്പൽ ടാക്സസ് ആർ 20% ഓഫ് ദ മുനിസിപ്പൽ വാല്യൂ വിച്ച് വെർ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതർ എക്സ്പെൻസസ് വെർ ആസ് ഫോളോസ്. പിന്നെ വീടിന് വേണ്ടി മറ്റ് ചിലവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നമുക്ക് വീടിന് വേണ്ടി വരുന്ന മറ്റ് ചിലവുകളൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഡിഡക്ഷനായിട്ട് നമുക്ക് അനുവദിക്കത്തില്ല. സോ റിപ്പയർ 40,000 ഉണ്ട്, അത് ക്ലെയിം ചെയ്യാൻ പറ്റൂ? പറ്റില്ല. ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട്, ക്ലെയിം ചെയ്യാൻ പറ്റൂ? പറ്റില്ല. പിന്നെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് 3 lakh, അതെന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. 24B. വൺ ഓഫ് ദി ലെറ്റ് ഔട്ട് യൂണിറ്റ് റിമെയിൻഡ് വേക്കൻറ്റ് ഫോർ 4 months. ഇതിൽ ഒരു വീട് 4 മാസം, ഒരു യൂണിറ്റ് 4 മാസം വേക്കൻ്റ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ 8,64,000 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 12,000 രൂപ വെച്ച് 12 മാസം 6 യൂണിറ്റ്. പക്ഷേ ഇതിൽ ഒരു യൂണിറ്റ് 4 മാസം വേക്കൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 മാസത്തെ വാടക നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 മാസത്തെ വാടക എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? സോ വേക്കൻസി ലോസ് അല്ലെങ്കിൽ ലോസ് ഡ്യൂ ടു വേക്കൻസി എന്ന് പറഞ്ഞാൽ എത്ര വരും? 12,000 ഇൻറ്റു 4. അങ്ങനെ എത്ര യൂണിറ്റ് ആണ്? ഒരു യൂണിറ്റ്. അപ്പോൾ അത് 48,000 രൂപ വരും. സോ ശരിക്കും നമുക്ക് അതിൽ നിന്ന് റിസീവബിൾ ആയിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 8,16,000 ആണ് നമ്മുടെ മൊത്തം. അതിൽ നിന്നുള്ള നമുക്ക് കിട്ടാൻ പോകുന്ന, 2 പേർക്കും കൂടി ചേർന്ന് കിട്ടാൻ പോകുന്ന റെൻറ്റ്. ദെൻ വിരാട്, അതിലൊരു ആൾ, ഒരു കോ ഓണർ, കുഡ് നോട്ട് ഓക്യുപ്പൈ ദ യൂണിറ്റ് ഫോർ 6 months. ഓക്കെ, അവൻ്റെ വീട് അവൻ 6 മാസം ആസ് ഹി വാസ് ട്രാൻസ്ഫേർഡ് ടു കൊൽക്കത്ത. ഹി ഡസ് നോട്ട് ഓൺ എനി അതർ ഹൗസ്. സോ 6 മാസം അവൻ്റെ വീട് അൺഒക്യുപ്പൈഡ് ആയിട്ട് കിടന്നു. ഇപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയാലും അൺഒക്യുപ്പൈഡ് ആയാലും ട്രീറ്റ്മെൻറ്റ് ഒന്ന് തന്നെയാണ്. സോ അതിന് നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. സെൽഫ് ഒക്യുപ്പൈഡ് ആയാലും അൺഒക്യുപ്പൈഡ് ആയാലും ആ വീടിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇവരുടെ മറ്റ് വരുമാനം, വിരാടിൻ്റെയും രോഹിത്തിൻ്റെയും മറ്റ് വരുമാനം 2,30,000, 1,65,000 ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ്. കമ്പ്യൂട്ട് ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ടോട്ടൽ ഇൻകം. നമ്മൾ ആദ്യം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. അതിനുശേഷം ഇവരുടെ അതർ സോഴ്സ് ഇൻകം കൂടി തന്നിട്ടുണ്ടല്ലോ. ആ കിട്ടുന്ന ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ ഈ അതർ സോഴ്സ് ഇൻകം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവരുടെ ടോട്ടൽ ഇൻകം കിട്ടും. ഓഫ് 2 brothers ഫോർ അസസ്മെൻറ്റ് ഇയർ 25-26 ഇഫ് ദേ പേ ടാക്സ് അണ്ടർ ഡീഫോൾട്ട് ടാക്സ് റെജീം അണ്ടർ സെക്ഷൻ 115 BAC. അപ്പോൾ ഇവർ ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണം. Also compute income under this head if they both exercised the option of shifting out of the default tax regime. അവർ ഈ ഡീഫോൾട്ട് ടാക്സ് റെജീമിൽ നിന്ന് മാറി അവർ ഓൾഡ് ടാക്സ് റെജീമിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഇൻകം? അപ്പോൾ നിങ്ങൾ 2 രീതിയിലും കമ്പ്യൂട്ട് ചെയ്യണം. അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ശരി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ആദ്യം if Virat and Rohit pay tax under default tax regime under 115 BAC. ആദ്യം നമ്മൾ ഒരു ഡീഫോൾട്ട് ടാക്സ് റെജീം അഥവാ ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക? അതിലാദ്യം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആദ്യം സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടേതാണ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്നത്. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ മൊത്തം 8 യൂണിറ്റിൽ 2 യൂണിറ്റാണ് ഇവർ സെൽഫ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 25%. ആ മൊത്തം ബിൽഡിങ്ങിൻ്റെ 25% എന്ന് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. ശരി, ഇപ്പോൾ ഇവരുടെ 2 പേരുടെയും പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വിരാടിൻ്റെ എത്ര, രോഹിതിൻ്റെ എത്ര. അപ്പോൾ ഇവരുടെ ആനുവൽ വാല്യൂ, 2 പേരുടെയും നെറ്റ് ആനുവൽ വാല്യൂ എന്ത് തന്നെയാണ്? 0. ഡിഡക്ഷൻ അണ്ടർ 24B, അതിൽ 30% ഡിഡക്ഷൻ ഇവർക്ക് എന്ത് ചെയ്യത്തില്ല. 30% ഓഫ് NAV എന്ന് പറയുന്ന സംഭവം ഇവർക്ക് കിട്ടത്തില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടത്തില്ല. പിന്നെ 24B ആണ്, 24A കിട്ടത്തില്ല, 24B ആണ്. 24B ഇവർക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡീഫോൾട്ട് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് 24B കിട്ടത്തില്ല. അപ്പോൾ അതിവിടെ ഇവർക്ക് എന്താണ്? നിൽ. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ത് തന്നെയാണ്? നിൽ. ഇവർ ഡീഫോൾട്ട് ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് എന്തായത്? നില്ലായത്. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ മൊത്തം ലോൺ എന്ന് പറയുന്നത്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. അതിൻ്റെ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ എന്ന് പറയുമ്പോൾ 25% ആണ്. 25% വരുമ്പോൾ എത്ര വരുന്നുണ്ട്? 75,000 വന്നു. അത് ഇവർക്ക് 2 പേർക്കായിട്ട് എന്ത് ചെയ്യായിരുന്നു? ക്ലെയിം ചെയ്യാമായിരുന്നു. പക്ഷേ ഇവർ ഡീഫോൾട്ട് ടാക്സ് റെജീം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഡിഡക്ഷൻ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇവരുടെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷനിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി 75%, അതായത് 6 യൂണിറ്റ് ഇവർ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ വർക്കിംഗ് നോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതിൻ്റെ വർക്കിംഗ് നോട്ടിലേക്ക് പോകാം. മൊത്തം മുനിസിപ്പൽ ഗ്രോസ് ആനുവൽ വാല്യൂയുടെ കമ്പ്യൂട്ടേഷനാണ്. മുനിസിപ്പൽ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയുണ്ട്? 10 ലക്ഷം.
അതിൽ 10 ലക്ഷം എന്ന് പറയുമ്പോൾ എൻറ്റയർ ബിൽഡിങ്ങിൻ്റെ മുനിസിപ്പൽ വാല്യൂ ആണ് 10 ലക്ഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ 6 യൂണിറ്റ്, അതാണ് ലെറ്റ് ഔട്ട്, 6 യൂണിറ്റ്, 8ൽ 6 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 75% വരും. സോ ലെറ്റ് ഔട്ട് പോർഷൻ്റെ മുനിസിപ്പൽ വാല്യൂ വിൽ ബി 7,50,000, അതായത് 10 ലക്ഷത്തിൻ്റെ 75%. ദെൻ പിന്നീട് ആക്ച്വൽ റെൻറ്റ് നമ്മൾ നേരത്തെ ഞാനത് ചെയ്ത് കാണിച്ചായിരുന്നു, 8,16,000 ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 8,16,000, 8,16,000, 8,16,000, 8,16,000. ഓക്കെ. സോ വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ എടുക്കുമ്പോൾ എത്ര വരുന്നുണ്ട്? 8,16,000 ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. പ്ലസ് മുനിസിപ്പൽ ടാക്സസ്. മുനിസിപ്പൽ ടാക്സ് മൊത്തം 2 ലക്ഷമാണ് അവർ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് വരുന്നത്. 10% മുനിസിപ്പൽ വാല്യൂവിൻ്റെ 20%. മുനിസിപ്പൽ വാല്യൂ 10 ലക്ഷമാണ്. 10 ലക്ഷത്തിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 ലക്ഷം വരും. 2 ലക്ഷത്തിൻ്റെ 75%, ലെറ്റ് ഔട്ട് പോർഷൻ്റെ 75%. അപ്പോൾ ലെറ്റ് ഔട്ട് പോർഷൻ 75%. സോ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിന് 75% വന്നിട്ട് എത്ര വരുന്നുണ്ട്? 1,50,000. സോ അങ്ങനെ വരുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ എത്ര വരുന്നുണ്ട്? 6,66,000, 6,66,000. ഇനി നമുക്ക് ഡിഡക്ഷനിലേക്ക് പോവാം. അതിലാദ്യം 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NAV. NAVയുടെ 30% 1,99,800. ദെൻ 24B ഇൻട്രസ്റ്റ് ഓൺ ലോൺ. 3 ലാഖിൻ്റെ 75% 2,25,000. മൊത്തം 3 ലക്ഷം അല്ലേ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, അതിൻ്റെ 70 ലെറ്റ് ഔട്ട് പോർഷന് വേണ്ടി അതിൻ്റെ 75% ആണ് നമ്മൾ എടുക്കുക. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മുടെ ടോട്ടൽ ഡിഡക്ഷനായി, ആൻഡ് ടോട്ടൽ ഡിഡക്ഷൻ വിൽ ബി 4,24,800. സോ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി 2,41,200. ഇതിനെ നമുക്ക് 50% എടുക്കുമ്പോൾ 1,20,600. ഈ 1,20,600 ആണ് ഇതാ ഇവിടെ നിങ്ങൾക്ക് ആൻസറിൽ കാണാൻ പറ്റും. ഇവിടെ 2 എടുത്തിട്ടുണ്ട്. 1,20,600, 1,20,600. സോ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും ഇൻകം എത്രയാണ് വരിക നോക്കാം. അതർ ഇൻകം ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 2,35,000, 1,60,000, 65,000 ഇതാ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 2,35,000, 1,65,000. സോ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ ടോട്ടൽ ഇൻകം വന്നിട്ട് 3,55,600, 2,85,600. ഇതാണ് ഇവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതാണ് വിരാടിൻ്റെയും രോഹിത്തിൻ്റെയും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഇഫ് ദേ ഓപ്റ്റ് ഡീഫോൾട്ട് ടാക്സ് റെജിം. ഇനി അതല്ല, ഇവർ ഡീഫോൾട്ട് ടാക്സ് റെജിമിന് പകരം ഇവർ ഓൾഡ് ടാക്സ് റെജിമാണ് ചൂസ് ചെയ്തത്. അതായത് ഇഫ് ദേ ആർ ഷിഫ്റ്റിംഗ് ഔട്ട് ഓഫ് ദി ഡീഫോൾട്ട് ടാക്സ് റെജിം ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു വ്യത്യാസമേ വരത്തുള്ളൂ. അതായത് ഇവരുടെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻകം കമ്പ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഇവർക്ക് ലോസ് ഉണ്ടായിരിക്കും. ഇതാ നോക്കിയേ, എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ 25%, നെറ്റ് ആനുവൽ വാല്യൂ രണ്ടുപേരുടേതും 0. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടാവുകയില്ല. ഇനി 24B ഇൻട്രസ്റ്റ് മൊത്തം ഞാൻ നേരത്തെ ഇവിടെ ഒരു 75,000 ഞാനത് നേരത്തെ ചെയ്ത് കാണിച്ചായിരുന്നു. 75,000. അപ്പോൾ രണ്ടുപേരുടെ ഷെയർ ആകുമ്പോഴത്തേക്കും 75,000 × 50%. രണ്ടുപേരും ഈക്വൽ ഓണേഴ്സ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ 37,500 ആണ് ഇവരുടെ ഇൻട്രസ്റ്റ് വരിക. സോ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 37,500, 37,500. ബാക്കി കമ്പ്യൂട്ടേഷൻ എല്ലാം സെയിം തന്നെയാണ്. ലെറ്റ് ഔട്ട് പോർഷൻ്റെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ. സോ അങ്ങനെ വരുമ്പോൾ യുവർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആഫ്റ്റർ ഇൻ്റർസോഴ്സ് സെറ്റ് ഓഫ് ഇൻ്റർ ഹെഡ് സെറ്റ് ഇൻ്റർസോഴ്സ് അതല്ലെങ്കിൽ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫിന് ശേഷം 83,100 അതർ ഇൻകം തന്നിട്ടുണ്ട്. സോ യുവർ ടോട്ടൽ ഇൻകം വിൽ ബി 3,18,100, 2,48,100. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്കിത് എക്സാമിനേഷനൊക്കെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യനിലെ ബി പാർട്ടിലേക്ക് പോവാണ്. ശരി. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ശ്രീ കോത്തെ for the year ending 31st March 2025, previous year 24-25, calculate his taxable income from business. So ബിസിനസ്സിൽ നിന്നുള്ള അയാളുടെ ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഫോർ അസസ്മെൻറ്റ് ഇയർ 2025-26. സോ ഒരാളുടെ വിവരം നമുക്ക് തന്നിരിക്കുകയാണ്, ഒരാളുടെ പർട്ടിക്കുലേഴ്സ്, അതായത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിരിക്കുകയാണ്. സാധാരണ ഒരു ടിപ്പിക്കൽ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിരിക്കുന്നതിന് പുറമെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു 11 അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യനാണ്, 7 മാർക്കിന്. നമുക്ക് PGBP ഹെഡ് അത്യാവശ്യം നന്നായി അറിയാമെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ.
ശരി, എന്തൊക്കെ കാര്യങ്ങളാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സാലറി, ലീഗൽ എക്സ്പെൻസ്, ബാഡ് ഡെറ്റ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഡിപ്രീസിയേഷൻ, ഇൻകം ടാക്സ് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് കസ്റ്റംസ് ഡ്യൂട്ടി, അഡ്വർടൈസ്മെൻറ്റ്, ലീഗൽ എക്സ്പെൻസസ്, ദെൻ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് URPF, ജനറൽ എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്. സോ ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റ് സൈഡിലുണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ്, ഗിഫ്റ്റ് റിസീവ്ഡ്, ക്ലോസിംഗ് സ്റ്റോക്ക്. നിങ്ങളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഇൻകം അല്ല, ജസ്റ്റ് യു നീഡ് ടു കമ്പ്യൂട്ട് ഓൺലി ബിസിനസ് ഇൻകം. സോ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ബിസിനസ്സുമായി ബന്ധമുള്ള വരവുകളും ചിലവുകളും മാത്രം എന്ത് ചെയ്താൽ മതി, പരിഗണിച്ചാൽ മതി. നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് ബിസിനസ്സുമായി ബന്ധമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ക്രെഡിറ്റ് സൈഡ് നോക്കാം. സെയിൽസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണോ? ഒരു സംശയം വേണ്ട, അതെ. അത് കഴിഞ്ഞ് അടുത്തത് ഇമ്പോർട്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ്. നമ്മൾ ഇമ്പോർട്ട് ലൈസൻസ് വിറ്റപ്പോൾ അതിൽ നിന്ന് ലാഭം ഉണ്ടായി. നമുക്ക് ഇമ്പോർട്ട് ലൈസൻസ് വിറ്റപ്പോൾ ഉണ്ടായ ലാഭം ഉറപ്പായിട്ട് ഒരു ക്യാപിറ്റൽ റെസീറ്റാണ്. ലൈസൻസ് എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലേ ഇമ്പോർട്ട് ലൈസൻസ്. അത് വിറ്റപ്പോൾ നമുക്ക് ലാഭം ഉണ്ടായി. ഇതൊരു ക്യാപിറ്റൽ ലാഭമാണ്, ക്യാപിറ്റൽ ഗെയിൻ ആണ്, നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇമ്പോർട്ട് ലൈസൻസ് വിറ്റ് കിട്ടുന്ന ലാഭത്തെ ബിസിനസ് ഇൻകമായി കണക്കാക്കിക്കോളാൻ നമ്മളോട് സെക്ഷൻ 28, അതായത് PGBPയുടെ ചാർജിങ് സെക്ഷൻ നമ്മെ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഒരു ബിസിനസ് ഇൻകം തന്നെയാണ്. ദെൻ ഗിഫ്റ്റ് റിസീവ്ഡ്, സമ്മാനം കിട്ടിയാൽ അത് ബിസിനസ് ഇൻകം ആകുമോ? നോക്കൂ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സമ്മാനമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് ബിസിനസ് ഹെഡിൽ തന്നെയാണ് വരിക. പക്ഷേ ഗിഫ്റ്റ് റിസീവ്ഡ് എന്ന് മാത്രമേ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുള്ളൂ. സോ അത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. 6th പോയിന്റ് നോക്കിയേ. ഗിഫ്റ്റ് റിസീവ്ഡ് വാസ് ഗിവൺ ബൈ എ സപ്ലയർ ഫോർ അച്ചീവിങ് ദി ടാർഗറ്റ് സെയിൽ. ഈ നമ്മുടെ ഒരു സെയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തതുകൊണ്ട്, സെയിൽ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി അല്ലേ. സോ ബിസിനസ് ആക്ടിവിറ്റി നമ്മൾ പ്രോപ്പറായി ചെയ്തതുകൊണ്ട് കിട്ടിയ സമ്മാനമാണ്. സോ ഉറപ്പായിട്ട് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഒരു ഗിഫ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് വേണം കണക്കാക്കാൻ? ബിസിനസ് ഇൻകമായിട്ട് വേണം കണക്കാക്കാൻ. സോ ഗിഫ്റ്റ് റിസീവ്ഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ്, here this 24,000 shall be treated as a business income as per section 28 പ്രകാരം അതും എന്ത് തന്നെയാണ്, ബിസിനസ് ഇൻകം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ഐറ്റവും നമ്മുടെ ബിസിനസ് റിലേറ്റഡ് റെസീറ്റ് തന്നെയാണ്. ഇനി ഡെബിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ബിസിനസ് റിലേറ്റഡ് ആണ്, പർച്ചേസ് ബിസിനസ് റിലേറ്റഡ് ആണ്, ശമ്പളം കൊടുത്തിരിക്കുന്ന ബിസിനസ് റിലേറ്റഡ് ആണ്, നമുക്ക് ലീഗൽ എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം, ഉറപ്പായിട്ടും ബിസിനസ് റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്. റെൻറ്റ് നമ്മൾ വീട്ടുവാടകയാണോ അതോ ബിസിനസ്സിൻ്റെ വാടകയാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഉറപ്പില്ല. റെൻറ്റിനെ പറ്റി എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊരു പോയിന്റ് നോക്കാം. ലീഗൽ എക്സ്പെൻസസിലൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ലീഗൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ്, കാരണം ലീഗൽ എക്സ്പെൻസ് നമ്മളിവിടെ കവർ ചെയ്ത പോയിന്റ് ലീഗൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ് 2,000 പെയ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത 2,000 രൂപ കൂടി ലീഗൽ എക്സ്പെൻസസിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അത് നമുക്ക് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാവുന്നത് തന്നെയാണ്, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ദെൻ ബാഡ് ഡെറ്റ്, റെൻറ്റിനെ പറ്റി ഒരു പോയിന്റ് പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. റെൻറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചർ ഓൺ എക്സ്റ്റൻഷൻ ഓഫ് ഷെഡ് ഓൺ റെൻറ്റഡ് ബിൽഡിംഗ് 26,000. However, such extension was completed on 1/5/2025 with a total cost of 50,000. ഈ റെൻറ്റിനകത്ത് ഇപ്പോൾ ഇവിടെ റെൻറ്റ് 50,000 ഉള്ളത്. ഈ 50,000-ൽ 26,000 രൂപ നമ്മളിപ്പോൾ റെൻറ്റിന് ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ₹26,000 ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയതാണ്. ഇതെന്നോക്കെ, എക്സ്റ്റൻഷൻ ഓഫ് ദി ഷെഡ്, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, 26,000 രൂപ. അതൊരിക്കലും നമുക്ക് റെൻ്റ് അല്ല. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഈ 50,000 എന്ന് പറയുന്നതിനകത്ത് ശരിക്കും അപ്പോൾ അവിടെ എത്ര ഉള്ളൂ? ഇറ്റ്സ് ഓൺലി 24,000 ഉള്ളൂ. ഈ 26,000 ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? യെസ്, ആഡ് ബാക്ക് ടു പ്രോഫിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 2,58,000 അല്ലേ, ഇതിലേക്ക് 26,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അതാണ് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 26,000 കൂടെ ചേർത്ത് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും അവിടെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? തിരിച്ച് ആഡ് ബാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് തന്നിട്ടുണ്ട് 2,000. ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് നോക്കാം.
ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് പെയ്ഡ് ടു ബ്രദർ ഓഫ് ശ്രീ കോത്തെ. സഹോദരന് കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ലോൺ എമൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം, എങ്കിലേ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി ഇവിടെ ലോൺ ടേക്കൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ഇൻകം ടാക്സ്. നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്യാനാണ് നമ്മൾ ലോൺ എടുത്തത്. നമ്മൾ മനസ്സിലാക്കുക, ഇൻകം ടാക്സ് പേ ചെയ്യാനാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ അത്തരം ലോണുകൾ നമുക്ക് ഡിഡക്ഷനായിട്ട് അനുവദിക്കാൻ പറ്റത്തില്ല. സെക്ഷൻ 40A(2) പ്രകാരം അത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. സോ ഇവിടെ ഈ പറയുന്ന 2500 രൂപ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ആഡ് ബാക്ക് ഡിഡക്ഷനായിട്ട് അനുവദിക്കും. 2500 രൂപ നമ്മൾ ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ആഡ് ബാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. യെസ്, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യും. ഡിപ്രീസിയേഷൻ 15,000 തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ടോ? ഇല്ല. സോ ഓക്കെ, ഇതോടെ നിൽക്കില്ല. ഡിപ്രീസിയേഷൻ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് ഒരിക്കലും നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യത്തില്ല? അനുവദിക്കത്തില്ല. സോ ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. C2000 നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ ഇതുവരെ കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ അനുവദിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ, കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വർഷാവസാനം March 31 ഇതിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. March 31 ഔട്ട്സ്റ്റാൻഡിങ് ആയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത് പേ ചെയ്തിരിക്കണം. ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടിയെ പറ്റി പറയുന്നുണ്ടോ? യെസ്, ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റംസ് ഡ്യൂട്ടി ഹാസ് ബീൻ പെയ്ഡ് ഓൺ 31/12/2025. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം നമുക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് പേ ഓഫ് ചെയ്തത്. സോ ഉറപ്പായിട്ടും ഇതെന്ത് ചെയ്തേ പറ്റുള്ളൂ? ആഡ് ബാക്ക് ചെയ്തേ പറ്റുള്ളൂ. അഡ്വർടൈസ്മെൻറ്റ് 2000. അഡ്വർടൈസ്മെൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? അഡ്വർടൈസ്മെൻറ്റിന് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ലീഗൽ എക്സ്പെൻസ്, കോൺട്രിബ്യൂഷൻ ടു URPF നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആഡ് ബാക്ക് ചെയ്തേ പറ്റുള്ളൂ. കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് വാസ് പെയ്ഡ് വിത്തിൻ ടൈം. കാര്യമില്ല. സോ ഇവിടെ നമുക്ക് സെക്ഷൻ ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷൻ 40A(9) സെക്ഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആഡ് ബാക്ക് ചെയ്യണം. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ്. ജനറൽ എക്സ്പെൻസ് 17,500 ഉണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ് 1,00,000 ഉണ്ട്. യെസ്, ജനറൽ എക്സ്പെൻസസിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ജനറൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ് സാലറി ഓഫ് 1,200 പെയ്ഡ് ടു ഡൊമസ്റ്റിക് സെർവൻറ്റ്. അപ്പോൾ അതിൽ 1,200 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡൊമസ്റ്റിക് സെർവൻ്റ് ആണ്. വീട്ട് എക്സ്പെൻഡിച്ചറാണ്. ₹1,200 ഈസ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. So it must be added back. Sorry. So 1,200 നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ്, അതുപോലെ തന്നെ കോമ്പൻസേഷൻ 2,000 പെയ്ഡ് ഫോർ റിട്രഞ്ച്മെൻറ്റ് ഓഫ് എൻ എംപ്ലോയി. അപ്പോൾ അത് കുഴപ്പമില്ല. എംപ്ലോയിക്ക് 2,000 രൂപ എംപ്ലോയിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് 50,000 ബീങ് കോസ്റ്റ് ഓഫ് ട്രിപ്പ് ടു സിംഗപ്പൂർ. നമ്മളൊരു 50,000 രൂപ മുടക്കി സിംഗപ്പൂരിലേക്ക് പോയ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ബൈ എൻ എംപ്ലോയി ഫോർ 10 days. 10 ദിവസത്തേക്കാണ് നമ്മൾ പോയത്. ഹൗവർ ഓൺലി 8 days ട്രിപ്പ് ഈസ് യൂസ്ഫുൾ ടു ബിസിനസ് ആൻഡ് 2 days ഹാസ് ബീൻ അലൗഡ് ആസ് ഹോളിഡേ ടു എംപ്ലോയി. അപ്പോൾ നമ്മൾ ഒരു എംപ്ലോയി പോയതാണ്, അതിൽ 10 ദിവസത്തേക്ക് എംപ്ലോയി യാത്ര പോയതാണ് നമ്മുടെ ബിസിനസ് ആവശ്യം. പക്ഷേ അതിൽ 8 ദിവസം മാത്രമേ നമ്മൾ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് 8 ദിവസം മാത്രമേ ബിസിനസ്സിന് ഉപകാരപ്പെട്ടുള്ളൂ. 2 ദിവസം എംപ്ലോയി അവിടെ എക്സ്ട്രാ ചിലവഴിച്ചതാണ്, അതിനുവേണ്ടി നമ്മൾ കൊടുത്തതാണ്. പക്ഷേ അവിടെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ആ എംപ്ലോയി 2 ദിവസം എക്സ്ട്രാ അവിടെ നിന്നു, അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ബിസിനസ് എക്സ്പെൻഡിച്ചറായി കണക്കാക്കാൻ പറ്റുമോ? ആ 2 ദിവസത്തെ ചിലവ് നമുക്ക് ബിസിനസ് എക്സ്പെൻഡിച്ചറായി കണക്കാക്കാൻ കഴിയും. അതിൻ്റെ ഉത്തരം പറ്റും. ആ 2 ദിവസത്തും, കാരണം അത് നമുക്ക് വേണ്ടിയിട്ടല്ല ചിലവാക്കിയത്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. സോ ആ തുക
നമുക്ക് ബിസിനസ് എക്സ്പെൻഡിച്ചറായി കണക്കാക്കാം. എന്നാൽ അതേസമയം ഈ 2 ദിവസത്തെ തുക എംപ്ലോയിയുടെ ഇൻകമായിട്ട് എന്ത് ചെയ്യണം, അവൻ്റെ സാലറിക്കകത്ത് എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ആ 8 ദിവസത്തെ അവൻ്റെ സാലറിക്കകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അതുകൊണ്ട് അവന് പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. പക്ഷേ ഈ 2 ദിവസത്തെ ചിലവ് അത് അവൻ്റെ ഇൻകമായിട്ട് അവൻ കാണിക്കേണ്ടി വരും. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം, ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തെറ്റില്ല. സോ നമ്മൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരാം. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 2021, SSC had claimed 45,000 as bad debt, out of which only 35,000 was allowed. അതായത് 2021 അവനൊരു 45,000 രൂപ ബാഡ് ഡെറ്റ് ഉണ്ടായിരുന്നു. അതിൽ 35,000 രൂപ അവൻ അന്ന് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുകയും ചെയ്തു. ഡ്യൂറിങ് ദി ഇയർ, ഈ വർഷം ഹി റിക്കവേഴ്സ് 25,000. ഈ വർഷം അവന് 25,000 രൂപ തിരിച്ചു കിട്ടി. അപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സെക്ഷൻ 41(4) ഡീംഡ് പ്രോഫിറ്റ് എന്ന് പറയും. അതായത് നമുക്ക് ബാഡ് ഡെറ്റ് നമുക്ക് സബ്സിക്വൻ്റ്ലി റിക്കവർ ചെയ്ത് കിട്ടിയാൽ അത് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റായി, ബിസിനസ് ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം എന്നാണ് നിയമം. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് തിരികെ കിട്ടി. ബാഡ് ഡെറ്റ് ആയ തുക നമുക്ക് തിരികെ കിട്ടി. ബാഡ് ഡെറ്റ് ആയ തുക നമുക്ക് തിരികെ കിട്ടിയാൽ അത് നമ്മൾ ഇൻകമായിട്ട് കണക്കാക്കണം. പ്രൊവൈഡഡ് അന്ന് ബാഡ് ഡെറ്റ് ആകുമ്പോൾ നമ്മൾ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടുമ്പോൾ ഇൻകമായിട്ട് എടുക്കണം. അതായത് ഒന്നുകൂടി പറയാം, ബാഡ് ഡെറ്റ് ആകുമ്പോൾ നമുക്ക് ഡിഡക്ഷനായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കിട്ടുമ്പോൾ നമ്മളത് ഇൻകമായിട്ട് എടുക്കണം. അതാണ് കറക്റ്റ് രീതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, നമുക്ക് ബാഡ് ഡെറ്റ് ഉണ്ടായി, പക്ഷേ മുഴുവൻ ബാഡ് ഡെറ്റ് നമുക്ക് ഡിഡക്ഷനായിട്ട് അനുവദിച്ചില്ല. പിന്നെയോ അന്ന് ശരിക്കും ബാഡ് ഡെറ്റ് ആയതിൽ ഒരു എമൗണ്ട്, അതിൽ കുറച്ച് എമൗണ്ട് മാത്രമേ നമുക്ക് ബാഡ് ഡെറ്റ് അനുവദിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരിച്ച് കിട്ടിയത് മുഴുവൻ നമ്മൾ ഇൻകമായിട്ട് എടുക്കണോ? വേണ്ട. അപ്പോൾ തിരിച്ച് കിട്ടിയതിൽ എത്രയാണ് ഇൻകമായിട്ട് എടുക്കേണ്ടത്? തിരിച്ച് കിട്ടിയ തുക എത്രയാണ്? 25,000. ഇത് മുഴുവനായിട്ട് ഇൻകമായിട്ട് എടുക്കേണ്ട. ഇതിൽ നിന്ന് അന്ന് നമുക്ക് എത്ര ബാഡ് ഡെറ്റ് ആയോ, അന്ന് എത്രയാണ് ബാഡ് ഡെറ്റ് ആയത്, യെസ്, അതിൽ നിന്ന് എത്ര ഡിഡക്ഷനായിട്ട് അനുവദിച്ചു എന്നുള്ളത് കുറയ്ക്കുക. യെസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്രയാണ് വരിക? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 25,000 മൈനസ് 10,000. സോ ആൻസർ എത്രയാണ് വരിക? 15,000. ഈ 15,000 നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി? ഇൻകമായിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ 15,000 റുപ്പീസ് നമ്മൾ ഇൻകമായിട്ട് കാണിക്കേണ്ടി വരും. തിരിച്ച് നമ്മുടെ ബിസിനസ് ഇൻകമായിട്ട് കാണിക്കേണ്ടി വരും ആസ് പെർ സെക്ഷൻ 41(4). സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്ത്, സെക്കൻഡ് പോയിന്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്ത്, കോൺട്രിബ്യൂഷൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മളിവിടെ 40(9) നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു. ലീഗൽ എക്സ്പെൻസിൻ്റെ പോയിന്റ് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ പോയിന്റ്, സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ബൈ, സ്റ്റോക്ക് എന്നേ പറയുന്നുള്ളൂ, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നോ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നോ എന്ന് പറയുന്നില്ല. അപ്പോൾ രണ്ടും നമ്മൾ എടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കും അണ്ടർ വാല്യൂഡ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്കും അണ്ടർ വാല്യൂഡ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1,20,000 ഉണ്ട്. അപ്പോൾ 1,20,000 എന്ന് പറയുന്നത് 10% അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ശരിക്കും ഇവിടെ വരേണ്ടിയിരുന്നത് 1,20,000 അല്ല, പകരം എത്ര വരേണ്ടിയിരുന്നത്? എത്രയാണ്? 1,33,333 ആണ് വരേണ്ടിയിരുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ 2,22,222. ഇതെങ്ങനെ എനിക്ക് കിട്ടി? അതായത് 1,20,000 എന്ന് പറഞ്ഞാൽ 10% അണ്ടർ വാല്യൂ ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ 1,20,000 എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ്? 90% ആണ്. അങ്ങനെയാണെങ്കിൽ 100% എത്ര? അതേപോലെ തന്നെ ഇവിടെയും 2,90% ആണെങ്കിൽ 100% എത്ര? ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ ഒരു സംഭവം അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വാല്യൂവിൽ മാറ്റം വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് 1,20 വരെ 1,33. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ 13,333 രൂപ കൂടുകയും ക്ലോസിംഗ് സ്റ്റോക്കിൽ 22,222 രൂപ കൂടുകയും ചെയ്യും. എഫക്റ്റീവ്ലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടുന്നു. എഫക്റ്റീവ്ലി എന്താണ് സംഭവിച്ചത്? എഫക്റ്റീവ്ലി നമ്മുടെ 22,222 മൈനസ് 13,333 എന്ന് പറയുമ്പോൾ 8,889 രൂപ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. ശരിയല്ലേ? എങ്ങനെയാണ് വന്നത്?
ക്ലോസിംഗ് സ്റ്റോക്ക് 22,222 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടുകയാണോ കുറയുകയാണോ? ക്രെഡിറ്റ് സൈഡ് കൂടുകയാണ്, അപ്പോൾ പ്രോഫിറ്റ് കൂടുകയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുക എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കുറയുകയാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ 13,000 രൂപ കൂടുകയും ക്ലോസിംഗ് സ്റ്റോക്കിൽ 22,222 രൂപ കൂടുകയും ചെയ്ത് അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോഫിറ്റിൽ എഫക്റ്റീവ്ലി 8,889 രൂപയുടെ വർധന ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ പ്രോഫിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് എന്നല്ല, ആഡ് ചെയ്യണം എന്ന് വേണം പറയാൻ. കാരണം ദെൻ അടുത്ത പോയിന്റ്, ഗിഫ്റ്റ് റിസീവ്ഡ് ഓൾറെഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഔട്ട്സ്റ്റാൻഡിങ് ആ പോയിന്റ് നമ്മൾ കണ്ടു. ഇനി എട്ടാമത്തെ പോയിന്റ്, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഹി കംസ് ടു നോ ദാറ്റ് ഹിസ് ഫോർമർ എംപ്ലോയി ഹാഡ് എംബസൽഡ് ക്യാഷ് ഓഫ് 5,000 ഓൺ 31/3/2024 വിച്ച് വാസ് നോട്ട് അക്കൗണ്ടഡ് ഫോർ. നമ്മൾ 5,000 രൂപയുടെ നഷ്ടം നമുക്കുണ്ടായിരുന്നു. അത് നമുക്ക് ഇത്തവണ എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോഴാണ് നമ്മളത് അറിഞ്ഞത്. നമുക്ക് എറർ ഓമിഷനോ സംഭവിച്ചു. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സോ അങ്ങനെ വരുമ്പോൾ ബാക്കി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയുണ്ട്? 2,58,000. ദെൻ ആഡ് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇൻകം ടാക്സ് പെയ്ഡ് 2,000 നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടതാണ്. ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റംസ് ഡ്യൂട്ടി സെക്ഷൻ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. കോൺട്രിബ്യൂഷൻ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് സെക്ഷൻ ഉൾപ്പെടെ കണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,500 രൂപ. യെസ്, അഡ്വാൻസ് ഇൻകം ടാക്സ് പേ ചെയ്യാൻ സെക്ഷൻ ഉൾപ്പെടെ നമ്മൾ കണ്ടു. 26,000 രൂപ ആഡ് ബാക്ക് ചെയ്ത് നമ്മളുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. സാലറി പെയ്ഡ് ഡൊമസ്റ്റിക് സെർവൻറ്റ് 1,200 നമ്മൾ കണ്ടതാണ്. ദെൻ 15,000 നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞതാ ഇവിടെ 25,000 മൈനസ് 45,000 മൈനസ് 35,000 നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ എംബസൽമെൻറ്റ്, ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് 5,000 രൂപ നമുക്ക് കുറയ്ക്കണം. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു 8,889. സോ യുവർ ആൻസർ ഈസ് 3,38,589. നമുക്ക് നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ സെക്ഷൻ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി 43B. ഓക്കെ, ഇൻഫാക്ട് നമ്മൾ കൂടുതൽ സെക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് റിസീവ്ഡ് സെക്ഷൻ 28 എല്ലാം നമ്മൾ കണ്ടതാണ്. ഓക്കെ, so that is the answer. So നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓർലേ. ഓൺ 23rd June 2024 രജത് സോൾഡ് ഗോൾഡ്. സോ സ്വർണം വിറ്റു. ഫോർ സെയിൽ കൺസിഡറേഷൻ ഓഫ് വിച്ച് വാസ് 15 lakh. സ്വർണം വിറ്റ് 15 ലക്ഷം രൂപ കിട്ടി. He had acquired this gold on 20th August 2000 for 4 lakh. Fair market value of that gold on 1st April 2001 was 3,60,000. Compute amount of capital gain chargeable to tax for assessment year 25-26. Also compute if such asset was transferred by him on 23/12/2024. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് അസസ്മെൻറ്റ് ഇയർ 25-26 നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അസറ്റ് ട്രാൻസ്ഫേർഡ് ഓൺ ഓർ ആഫ്റ്റർ 23rd July 2024 ആണെന്നുണ്ടെങ്കിൽ യെസ്, ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് ഇല്ലാതാക്കിയിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. എന്തായാലും ഇവിടെ ഇപ്പോൾ വിൽപ്പന നടന്നിരിക്കുന്നത് 23rd June ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡെക്സേഷനോടുകൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ രജത്തിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ടേഷനിലേക്ക് പോയാൽ ഇവിടെ സ്വർണ്ണമാണ് വിറ്റിരിക്കുന്നത്. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എത്ര രൂപയാണ് വന്നിരിക്കുന്നത്? 15 ലക്ഷം. ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടോ? ഇല്ല. കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 lakh. ഇനി 2001 മുന്നേ മേടിച്ചതാണ്. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. 1st April 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ വേണേൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 3,60,000 ആണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര എടുക്കുന്നു? എത്ര തന്നെ എടുക്കുക? യഥാർത്ഥ കോസ്റ്റ് ആയിട്ടുള്ള 4 lakh തന്നെ എടുക്കുക. 4 lakh നമുക്ക് ഇൻഡെക്സ് ചെയ്യാം. ഇൻഡെക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയോ? 4 lakh into 363 divided by 100. ഈ 363 എന്ന് പറഞ്ഞാൽ 2024-25 CII ആണ്. യെസ്, CII. 2001-2 100. ഓക്കെ, സോ ഇതാണ് നമ്മൾ എടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ 14,52,000 വരും. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ യുവർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി 48,000. ഓക്കെ, കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ഇൻകം ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടു ടാക്സ്. ഓൾസോ കമ്പ്യൂട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ടാക്സ് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ ഇതിൻ്റെ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്.
20%. ഇനി ഇത് വിൽപ്പന നടന്നിരിക്കുന്നത് 23/12/2024 അതായത് ആ ഓണർ ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സേഷൻ ഇല്ലാതെ വേണം എന്ത് ചെയ്യാൻ, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ. പിന്നെ അതിനുശേഷം പിന്നെ ഗവൺമെൻറ് ഒരു കാര്യം കൊണ്ടുവന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡെക്സേഷൻ നിങ്ങൾ എടുത്തോ, ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അതൊരു റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനും HUFനും മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടത്തുള്ളൂ. അതും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടത്തുള്ളൂ. അത് 23 ജൂലൈക്ക് മുന്നേ മേടിച്ച പ്രോപ്പർട്ടി ആയിരിക്കണം, 23 ജൂലൈ അതിനുശേഷം വിറ്റ പ്രോപ്പർട്ടി ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഗോൾഡ് ആണ്, അപ്പോൾ പിന്നെ എന്തായാലും ഇൻഡെക്സേഷൻ കിട്ടത്തില്ല. ഇവിടെ രജത്ത് റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇൻഡെക്സേഷൻ നമുക്കിനി ഇല്ല. അപ്പോൾ നമുക്ക് ഇൻഡെക്സേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുക? സിമ്പിളാണ്. നമുക്ക് 15 ലക്ഷം, കോസ്റ്റ് ഓഫ് അക്യൂസിന് എത്രയാണ്? 4 ലക്ഷം, ഗെയിന് 11 ലക്ഷം വരുന്നുണ്ട്. ടാക്സ് എത്ര വരുന്നുണ്ട്? 12% ടാക്സ് കുറച്ചിട്ടുണ്ട്. സോ 11 ലക്ഷത്തിൻ്റെ 12% എന്ന് പറയുമ്പോൾ 1,37,500. നോക്കൂ, ഈ ടാക്സിൽ വന്ന വലിയ വ്യത്യാസം നിങ്ങൾ കണ്ടു. ഇപ്പോൾ സ്വർണം വിറ്റ് കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിൽ നമുക്ക് 9,600 ടാക്സ് വരേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ എത്ര ടാക്സ് വന്നിരിക്കുന്നത് നോക്കി, 1,37,500 ടാക്സ് വന്നിരിക്കുന്നത്. സോ ഇൻഡെക്സേഷൻ എന്തുകൊണ്ട് എടുത്തു കളഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തായാലും ഗവൺമെൻറ് ഇൻഡെക്സേഷൻ ഒഴിവാക്കി. എന്ത് ചെയ്യാൻ? സർക്കാരിൻ്റെ തീരുമാനം, അത്രേ ഉള്ളൂ. ശരി, 4th ക്വസ്റ്റനിലെ രണ്ടാമത്തെ പാർട്ട് 4B. മിസ്സസ് ജ്യോതി റിസീവ്ഡ് ദ ഫോളോയിങ് ഗിഫ്റ്റ് ഓർ എമൗണ്ട് ഡ്യൂറിങ് ഫൈനാൻഷ്യൽ ഇയർ 24-25. ഗിഫ്റ്റ് ഓഫ് സ്കൾപ്ചേഴ്സ് അപ്പോൾ നമുക്ക് ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ് അല്ലേ, ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്, നമുക്കറിയാം. അപ്പോൾ ഈ 51,000 രൂപ വിലയുള്ള സ്കൾപ്ചേഴ്സാണ്. അത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ബർത്ത്ഡേ അന്ന് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ടാക്സബിലിറ്റി വരാനുള്ള എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്ന്, ഗിഫ്റ്റായിട്ട് കിട്ടിയ മൂവബിൾ പ്രോപ്പർട്ടി സ്കൾപ്ചറാണ്, അതിൻ്റെ വില 51,000 ആണ്. നമ്മുടെ ബർത്ത്ഡേ എന്നാണ് കിട്ടിയത്, ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് ടാക്സബിൾ. റിസീവ്ഡ് എ കാർ ഫ്രം ഹിസ് കസിൻ ഓൺ പേയ്മെൻറ്റ് ഓഫ് 3 lakh, ഫെയർ മാർക്കറ്റ് വാല്യൂ 3,60,000. 3,60,000 രൂപ വിലയുള്ള കാറ് നമുക്ക് 3 ലക്ഷം രൂപ മുടക്കിയപ്പോൾ നമുക്ക് കിട്ടി. ശരി തന്നെയാണ്, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റാണ്, പക്ഷെ അത് കാറാണ്. അപ്പോൾ നമുക്ക് ആ മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാറ്റഗറി ലിസ്റ്റിനകത്ത് ഇത് വരുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. അത് ടാക്സബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, ജ്വല്ലറി അല്ലേ, ദെൻ പിന്നീട് ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, sculptures, bullions, shares and security, any work of art, അതുപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. ഇത്രയും കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ടാക്സബിലിറ്റി വരത്തുള്ളൂ. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാറാണ് കിട്ടിയത്, കാറ് ആ ലിസ്റ്റിനകത്ത് വരുന്നൊരു ഐറ്റം അല്ല. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. Received cash gift of 20,000 each from 3 of his friends A, B and C on 24/9/2024. So 20,000 വെച്ച് 3 പേരിൽ നിന്നാണ് കിട്ടിയത്. സോ 20,000 into 3, that will be 60,000. Since it exceeds 50,000, it is taxable. Then acquired an office building 12/12 from his friend Raj for a consideration of 12 lakhs. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 15 ലക്ഷമാണ്. സോ പോയിന്റ് ഇതാണ്, നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 15 ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉള്ള ഒരു സാധനം 12 ലക്ഷത്തിന് കിട്ടി. ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് 3 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് നമുക്കുണ്ട്. ഇത് ടാക്സബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ കൊടുത്ത കൺസിഡറേഷന് 10% എടുക്കണം. 10 lakh into 10% എടുക്കുക. അപ്പോൾ എത്ര വരുന്നുണ്ട്? 1,20,000. അല്ലെങ്കിൽ 50,000 വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. അപ്പോൾ ഇവിടെ ഹയർ എത്രയാണ്? 1,20,000. നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ് ഇതിന് മേളിൽ പോയിട്ടുണ്ടോ? നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എത്രയാണ്? 3 ലക്ഷം അല്ലേ? സോ ബെനിഫിറ്റ് ഈ പറയുന്ന ലിമിറ്റിന് മേളിൽ പോയത് കൊണ്ട് ഇറ്റ് ഈസ് ടാക്സബിൾ. ബെനിഫിറ്റ് 1.5 ലക്ഷം, 1,20,000 അതിൽ താഴെയോ ആയിരുന്നു ബെനിഫിറ്റ് എങ്കിൽ അത് ടാക്സബിൾ ആവില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ അത് ടാക്സബിൾ ആണ്. നോക്കൂ, ഇൻ റെസ്പെക്ട് ഓഫ് ലാൻഡ് ഓഫ് മിസ്റ്റർ ജ്യോതി അക്വേർഡ് ബൈ ഗവൺമെന്റ് ഇൻ ദ ഇയർ 2015, ഹി റിസീവ്ഡ് ദ ഫോളോയിങ് എമൗണ്ട് ഓൺ 15/12/2024 as interest on enhanced compensation.
ഓൺ ദി ഓർഡർ ഓഫ് ദി കോർട്ട്. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോമ്പൻസേഷൻ, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, അതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടി. ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷനെ പറ്റി പറയുന്നത് നമുക്കത് കിട്ടുന്ന വർഷമാണ് ടാക്സബിൾ ആവുക. സോ ഇതെല്ലാം കൂടി നമുക്ക് ഈ വർഷമാണ് കിട്ടിയിരിക്കുന്നത്. 1,25,000, 1,65,000, 1,15,000 ഇതെല്ലാം കൂടി എത്ര വരുന്നുണ്ട്? 3,00,000, 3,90,000, 4,05,000 അല്ലേ? 25, 65, 90, 1,05,000. സോ 4,05,000 ആണ്. പക്ഷേ ഇതിന് നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. നമുക്ക് ഡിഡക്ഷൻ ഇതിൻ്റെ 50% ആണ് ഡിഡക്ഷനായിട്ട് വരിക. സോ 2,02,500 ഡിഡക്ഷനായിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 4,05,000 മാത്രമേ നമുക്കിതിൽ നമുക്ക് 2,02,500 മാത്രമേ നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ഇൻകമായിട്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. 2,02,500. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ശരി, നമുക്ക് ആൻസറിലേക്ക് വരാം. ആദ്യത്തെ 51,000 കണ്ടോ, ടാക്സബിൾ ആണ്. കാറിൻ്റെ ടാക്സബിൾ അല്ല. ക്യാഷ് ഗിഫ്റ്റ് ടാക്സബിൾ ആണ്. ഇമ്മോബിൾ പ്രോപ്പർട്ടി 3,00,000 രൂപ ടാക്സബിൾ ആണ്. 2,02,500. സോ യുവർ ടോട്ടൽ ആൻസർ ഈസ് 6,13,500. സോ ഇതിനെല്ലാത്തിനും നമ്മൾ കൃത്യമായിട്ട് റീസൺ കൂടി കൊടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനൊക്കെ എഴുതാനായിട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം നമ്മൾ അതർ സോഴ്സിൽ നിന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അല്ലാതെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കോണം കേട്ടോ. ഓക്കെ, നമ്മളിനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 5A. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്സിസ് ശിഖ ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ഫോർ അസസ്മെൻറ്റ് ഇയർ 25-26. സോ ഇത് സെറ്റ് ഓഫ് ലോസസിൽ നിന്ന് ക്യാരി ഫോർവേഡ് ലോസസ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി A 60,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി B ലോസ് ആണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി C അഗൈൻ ഇൻകം ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ് ആണ് ചെയ്യുക. അതായത് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് 1,60,000 രൂപ ഇൻകവും 1,50,000 രൂപ ലോസും ഉണ്ട്. സോ നെറ്റ് എഫക്റ്റിൽ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് 10,000 രൂപയുടെ ഇൻകം ആണുള്ളത്. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് 1,00,000 ഉണ്ട്. ലോസ് അണ്ടർ സെക്ഷൻ 22 ഫോർ അസസ്മെന്റ് ഇയർ 24-25. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലോസ് 30,000 ഉണ്ടായിരുന്നു. അണ്ടർ സെക്ഷൻ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണെന്നാണ് അർത്ഥം. ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്കുണ്ട്. ഉറപ്പായിട്ട് ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ 30,000 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 10,000 രൂപ എന്താവും? 0 നില്ലാവും. നമുക്ക് ബാക്കി 20,000 രൂപ ലോസ് ഉണ്ടാകും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ക്യാരി ഫോർവേഡ്. അപ്പോൾ ഇത് അസസ്മെൻറ്റ് ഇയർ 24-25 ആണ്. അത് 30,000 ഒന്നാമത്തെ വർഷമാണ്. ഇതിപ്പോൾ 25-26. ഇനി നമുക്ക് 7 വർഷമുണ്ട്. സോ നെക്സ്റ്റ് 7 years, 7 അസസ്മെൻറ്റ് ഇയേഴ്സിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ലോസ് അണ്ടർ സെക്ഷൻ 56, അതായത് അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ലോസ് ആണ്. അത് 45,000 ആണ് ലോസ് ഉള്ളത്. 24-25. അപ്പോൾ അതർ സോഴ്സ് ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻഎലിജിബിൾ ഫോർ ക്യാരി ഫോർവേഡ്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഈ 1 lakh ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എഫക്റ്റീവ്ലി നിങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയായിരിക്കും നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. ലോസ് ബാക്കി 20,000 രൂപ നിങ്ങൾക്ക് അടുത്ത 7 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ലോസ് കനോട്ട് ബി ക്യാരി ഫോർവേഡ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ആൻസർ. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഒക്കെ നമ്മൾ വിശദമായി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതെല്ലാം നമ്മൾ പഠിച്ചതുകൊണ്ട് തന്നെയാണ്. ദെൻ 5B. അഖിൽ 35 വയസ്സാണ്. ഹാസ് പ്രൊവൈഡഡ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ഹിസ് ഇൻകം ഫോർ പ്രീവിയസ് 24-25. ഇൻകം ഫ്രം ബിസിനസ് 15 ലക്ഷം, ഇൻകം ഫ്രം സേവിങ്സ് ബാങ്ക് SB ഇൻട്രസ്റ്റ് 12,000, ഇൻട്രസ്റ്റ് ഓൺ PPF 36,000, ഇൻവെസ്റ്റ്മെന്റ് ഇൻ PPF 1,50,000. You are requested to compute his tax liability. Advise him whether he should opt old tax regime by exercising option under 150. അപ്പോൾ 2 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം ബിസിനസ് 15 ലക്ഷം തന്നെയാണ്. ഈ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. പിന്നെ ഇതിന് 80 ഡിഡക്ഷൻ ലഭിക്കും 10,000 രൂപ വരെ. പക്ഷെ അതിന് നിങ്ങൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്തിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ PPF നമുക്ക് സെക്ഷൻ 10-11 പ്രകാരം നമുക്ക് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 1,50,000 രൂപ നമുക്ക് ഉണ്ട്. അത് നമുക്ക് സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം.
ഈ പറഞ്ഞതുപോലെ ഓൾഡ് ടാക്സ് റെജിം എന്ത് ചെയ്തിരിക്കണം, ചൂസ് ചെയ്തിരിക്കണം. ഓൾഡ് ടാക്സ് റെജിമിൽ നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുകയാണ്. ആദ്യം ബിസിനസ് ഇൻകം 15 ലക്ഷം, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ PPF എക്സംപ്റ്റഡ് ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം 15,12,000, 1.5 ലക്ഷം രൂപ ETC റിഡക്ഷൻ, 10,000 രൂപ ETT റിഡക്ഷൻ. ടോട്ടൽ ഇൻകം വിൽ ബി 13,52,000. ഇനി നമ്മൾ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ സ്ട്രഗിൾ ഇയാളൊരു സീനിയർ സിറ്റിസൺ ആണെന്നും പറയുന്നില്ല. സോ ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല. പിന്നെ സ്ലാബ് റേറ്റ് വെച്ച് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വിൽ ബി അറൌണ്ട് 2,26,820. ഇതേ ഇൻകം നമ്മൾ ഡീഫോൾട്ട് ടാക്സ് റെജിമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 15 ലക്ഷമാണ് നമ്മുടെ ബിസിനസ് ഇൻകം. SB ഇൻട്രസ്റ്റിൻ്റെ SB അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് 12,000 രൂപ. PPF എഗെയിൻ എക്സംപ്റ്റഡ് ആണ്. ടോട്ടൽ ഇൻകം 15,12,000. ATC റിഡക്ഷൻ കിട്ടത്തില്ല, ATT റിഡക്ഷൻ കിട്ടത്തില്ല. ഇതിൻ്റെ മേളിലുള്ള ടാക്സ് നമുക്ക് 1,49,340 ആയിരിക്കും വരിക. നമ്മുടെ പുതിയ സ്ലാബ് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ലാബ് ഞാൻ ആദ്യത്തെ മറ്റേ MCQനകത്ത് ഞാൻ സ്ലാബിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ സ്ലാബ് നമ്മൾ റിവൈസ് ചെയ്യണം. ഉറപ്പായിട്ടും സ്ലാബിൽ വ്യത്യാസമുണ്ട്. തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിലത് അന്ന് വ്യത്യാസമുണ്ട് ഇത്തവണത്തത്. സോ അതുകൂടി നമ്മൾ നോക്കിയിരിക്കണം. സോ ഇവിടെ എന്ത് തന്നെ ആയിരുന്നാലും ഇയാൾ ന്യൂ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ശരി തന്നെയാണ്, ഇയാൾക്ക് ഡിഡക്ഷൻസ് പലതും നഷ്ടപ്പെടുമെങ്കിലും ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് ഇയാൾക്ക് ഗുണകരമായി വരികയാണ്. സോ അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ഫോർ ഹിം ടു ഓപ്റ്റ് ന്യൂ ടാക്സ് റെജിം അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജിം. ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ മുതൽ നമ്മൾ GST ആണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം GSTയിൽ നിന്നുള്ളതാണ്. നമ്മൾ കസ്റ്റംസിൽ നിന്ന് 1-2 ക്വസ്റ്റിനെ പരമാവധി ചോദിക്കാറുള്ളൂ. മാക്സിമം 2 ക്വസ്റ്റിനൊക്കെ തന്നെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു തിയറി ക്വസ്റ്റ്യനാണ് സ്ഥിരമായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് റെഗുലറായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെയും ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്, എന്തൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും ഡിഫറൻസ് എന്താണ്. ഇത് ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതെന്തായിരുന്നാലും നിങ്ങളത് പഠിച്ചിട്ട് പോകുക. ഇത്തവണ മിക്കവാറും തവണ നമുക്കത് ചോദിക്കാറുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാനൊക്കെ നമുക്ക് ചോദിക്കും. ഇപ്പോൾ ഇതിൻ്റെയും ക്വസ്റ്റ്യൻ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മേളിൽ ചുമത്തുന്നതാണ്. അത് വ്യക്തിയുടെ ഇൻകത്തിൻ്റെയോ അസറ്റിൻ്റെയോ വെൽത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മേളിൽ ചുമത്തുന്നതിന് പകരം ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഇടപാടുകളുടെയും മേളിൽ ചുമത്തുന്ന ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നു. ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണെന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചർ. പ്രോഗ്രസീവ് എന്ന് പറയാൻ കാര്യം ഇൻകം കൂടുതലുള്ളവർക്ക് കൂടുതൽ ടാക്സ്, കുറവുള്ളവർക്ക് ടാക്സ് ഇല്ലാതിരിക്കുകയോ കുറവ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. മറ്റൊന്ന് പറയുമ്പോൾ അവിടെ വലിയവൻ ചെറിയവൻ എന്നുള്ള വ്യത്യാസമില്ല. കാരണം ഇത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മേളിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആര് കൺസ്യൂം ചെയ്താലും ഇത് ടാക്സ് പേ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇൻഷുറൻസ്, ഇതിന് ടാക്സ് ബർഡൻ അത് ഒരു വ്യക്തിയിൽ തന്നെയാണ്, ആർക്കാണോ ഇൻകം അയാളിൽ തന്നെയാണ് വരിക. പക്ഷേ മറ്റത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഇൻഷുറൻസ് ഓഫ് ടാക്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയാം, ബർഡൻ കനോട്ട് ബി ഷിഫ്റ്റഡ്, മറ്റത് ക്യാൻ ബി ഷിഫ്റ്റഡ്. ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ഇൻകം ഉണ്ടാകുമ്പോഴാണ് ടാക്സബിൾ ഈവൻ്റ് ഉണ്ടാകുന്നത്. മറ്റത് സപ്ലൈ ഓഫ് ഗുഡ്സ് നടക്കുമ്പോഴോ ഇമ്പോർട്ട് നടക്കുമ്പോഴോ ഒക്കെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഈവൻ്റ് ഉണ്ടാകുന്നത്. ടാക്സ് ഇവേഷൻ, ഡയറക്റ്റ് ടാക്സ് പൊതുവെ പോസിബിൾ ആണ്, പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളതിൽ ഹാർഡ്ലി പോസിബിൾ എന്നാണ് നമുക്കതിനെ പറയാൻ പറ്റുക. അപ്പോൾ അത് എന്തായിരുന്നാലും പഠിച്ച് വെച്ചേക്കുക. നമുക്കത് മിക്കവാറും ഈസി ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാമല്ലോ എന്നുള്ളതാണ്. രണ്ടാമത്തെ 6ൽ B മറ്റൊരു തിയറി ക്വസ്റ്റ്യനാണ്. ഇതും നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് GST? GST വന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക്, പൊതുവായി ഒരു വ്യവസായത്തിന് എന്താണ് GST കൊണ്ടുള്ള ഗുണം എന്താണ്? അതുപോലെ തന്നെ ഒരു കൺസ്യൂമർക്ക് GST വന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് GST വന്നുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ GST നിയമം പാലിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായി മാറിയിട്ടുണ്ട്. കാരണം GSTക്ക് മുന്നേ അതങ്ങനെ ആയിരുന്നില്ല. GSTക്ക് പകരം കുറേ ടാക്സുകളുണ്ടായിരുന്നു. എല്ലാ നിയമവും പാലിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അതിന് വരെ ഇപ്പോൾ ഒരൊറ്റ നിയമം പാലിച്ചാൽ മതി GST. അപ്പോൾ അതുകൊണ്ട് അത് ഈസി കംപ്ലയൻസ് ആണ്. മാത്രമല്ല ഇപ്പോൾ ഇതെല്ലാം ഓൺലൈൻ സംവിധാനങ്ങളാണ്. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കുന്നതായിക്കോട്ടെ, ടാക്സ് അടയ്ക്കുന്നതായിക്കോട്ടെ, റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിക്കോട്ടെ, നോട്ടീസുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഇത് ഈസി കംപ്ലയൻസ് എന്ന് പറയാൻ കാര്യം.
പിന്നെ യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ് ആൻഡ് സ്ട്രക്ചർ. ഇപ്പോൾ ഗുഡ്സിന് ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗുഡ്സിന് ഇന്ത്യ മുഴുവൻ ഒരേ റേറ്റാണ്. അപ്പോൾ നിങ്ങൾ മലയാളി ആയിരുന്നാലും തമിഴനായിരുന്നാലും തെലുങ്കനായിരുന്നാലും ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ഒരു യൂണിഫോമിറ്റി, വൺ ഇന്ത്യ വൺ ടാക്സ് അല്ലെങ്കിൽ വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ടാക്ക് ലൈൻ പോലും. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നികുതി ഘടനയ്ക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ റിമൂവൽ ഓഫ് കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സിന് മേളിൽ ടാക്സ്, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുഡ്സിൻ്റെ മേൽ നേരത്തെ ആണെങ്കിൽ ഗുഡ്സിൻ്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സിന് മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ മേളിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ആ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയുടെ മേളിൽ വാറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് GST വന്നപ്പോൾ കാസ്കേഡിങ് ഇഫക്റ്റ് ഇല്ലാണ്ടായി എന്നുള്ളതാണ്. പിന്നെ കോമ്പറ്റിറ്റീവ്നെസ്, ഇവിടെ വലിയവനും ചെറിയവനും ഒരേപോലെ വളരുവാനുള്ള ഒരു സംവിധാനം GST കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു കോമ്പറ്റീറ്റീവ്നെസ് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിൻ ടു മാനുഫാക്ചറേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ്, ഉൽപ്പാദകർക്കും എക്സ്പോർട്ടേഴ്സിനും GST കാരണം ഒരുപാട് ബെനിഫിറ്റ്സ് ഇത് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ മാനുഫാക്ചറേഴ്സിനും ഉണ്ടായിട്ടുണ്ട്. എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ GSTയിൽ റീഫണ്ട് പോലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യം എക്സ്പോർട്ടേഴ്സിന് നല്ല രീതിയിൽ അവരുടെ ബിസിനസ് ഉയർത്തിക്കൊണ്ട് പോകാൻ GST കാരണം കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ, ഒരു സർവീസ് മേടിക്കുമ്പോൾ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ടാക്സിനെ പറ്റി അയാൾ പലപ്പോഴും അൺഅവെയറായിരുന്നു. കാരണം അയാൾക്ക് കിട്ടുന്ന ബില്ലിനകത്ത് ചിലപ്പോൾ എല്ലാ ടാക്സും ഉണ്ടാവത്തില്ല, പക്ഷേ അതിൻ്റെ വിലയ്ക്കകത്ത് പല ടാക്സുകളും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ഇപ്പോൾ എന്താണ്, കുറച്ചുകൂടി ട്രാൻസ്പാരൻസി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം താൻ വാങ്ങിയ ഗുഡ്സിന് അല്ലെങ്കിൽ സർവീസിൻ്റെ മേളിൽ എന്ത് ടാക്സ് ആണ്, അത് GST ആണ് എന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ദെൻ റിലീഫ് ഇൻ ഓവറോൾ ടാക്സ് ബർഡൻ, ടാക്സ് വല്ലാണ്ട് കൂടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരൊറ്റ ടാക്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു ടാക്സ് ബർഡനിൽ നിന്ന് അയാൾക്ക് എന്തുണ്ടാകുന്നു, ഒരു മോചനം ഉണ്ടാകുന്നു. സോ ഇതൊക്കെയാണ് ഈ തിയറി ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനേക്കാൾ ഉപരി അതിൻ്റെ ഹെഡിങ്ങിനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയില്ലേ, അതേപോലെ ഹെഡിങ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതിന് ഒരു തവണ നിങ്ങളതിൻ്റെ കണ്ടൻറ്റ് കൂടി വായിച്ചു വെക്കുക. ഓൺ വേർഡ്സിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ മെയിൻ പോയിന്റുകളാണ്, നമ്മൾ ആ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകളാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എക്സാമിൻ വിത്ത് ബ്രീഫ് റീസൺസ് വിച്ച് പേഴ്സൺ ഈസ് ലയബിൾ ടു പേ GST. ഇപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ഫോർവേഡ് ചാർജ് ആണോ, റിവേഴ്സ് ചാർജ് ആണോ, സപ്ലയർ ആണോ, റെസിപ്പിയൻ്റ് ആണോ, ആരാണ് ഇതിന് ടാക്സ് പേ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സോ ആ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ഇറ്റ്. ഒന്ന്, വികാസ് ഈസ് ആൻ ഇൻഷുറൻസ് ഏജന്റ് രജിസ്റ്റേർഡ് അണ്ടർ GST. റിസീവ്ഡ് കമ്മീഷൻ ഓഫ് 12 lakh ഫ്രം ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ GST. ഇത് നമുക്കറിയാം, ഇൻഷുറൻസ് സർവീസ് ഒരു വ്യക്തി ഇൻഷുറൻസ് സർവീസ് ഏജൻസി സർവീസ് ഇൻഷുറൻസ് സ്ഥാപനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ RCM ആണ്. പ്രൊവൈഡഡ് സപ്ലയർ ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി എന്ന്, റെസിപ്പിയൻ ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി നമുക്കറിയാം. സോ ഈ കേസിൽ ഇവിടെ ഈ വികാസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇവിടെ സപ്ലയർ, ആ ഇൻഷുറൻസ് കമ്പനിയാണ് റെസിപ്പിയൻ്റ്, ഇവിടെ RCM ആണ് വരിക. സോ ലൈബിലിറ്റി വരുന്നത് നമുക്കറിയാം ഇവിടെ RCM ആപ്ലിക്കബിൾ ആണ്. RCM ആപ്ലിക്കബിൾ ആവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ലൈബിലിറ്റി വരുന്നത് ആർക്കായിരിക്കും, ലൈബിലിറ്റി ഓൺ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും ലൈബിലിറ്റി വരിക. നെക്സ്റ്റ്, മുകേഷ് ഈസ് എ ബിസിനസ് ഫെസിലിറ്റേറ്റർ registered under GST, received commission of 1,95,000 for services provided to urban branch of a nationalized bank with respective savings bank account. ഒരു ബിസിനസ് ഫെസിലിറ്റേറ്റർ ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫെസിലിറ്റേറ്റർ ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്ക് RCM ആണ് ആപ്ലിക്കബിൾ ആവുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കൊരു എക്സംഷൻ ഉണ്ട്. ഈ ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനത്തിന് ഒരു എക്സംഷൻ ഉണ്ട്. പ്രൊവൈഡഡ് ബാങ്കുകൾ റൂറൽ ബ്രാഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ റൂറൽ ബ്രാഞ്ച് അല്ല, പകരം എന്താണ്, അർബൻ ബ്രാഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ടാക്സബിൾ ആണെന്ന്, അതേസമയം RCM ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. ദെൻ ഗുകേഷ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓഫ് XYZ കമ്പനി ലിമിറ്റഡ് റിസീവിംഗ് സിറ്റിംഗ് ഫീ എമൗണ്ട് ഇൻ 1 lakh ഫ്രം XYZ കമ്പനി ലിമിറ്റഡ് ഫോർ അറ്റൻഡിങ് ദി ബോർഡ് മീറ്റിംഗ്. സോ ഇവിടെയും റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് ആപ്ലിക്കബിൾ ആവുക. ലൈബിലിറ്റി വരുന്നത് കമ്പനിക്ക് തന്നെയാണ്, RCM ആപ്ലിക്കബിൾ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തത് GST ഈസ് പേബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് ബൈ ദി റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് ഇൻഷുറൻസ് കമ്പനി. സോ ഇവിടെ
GST is payable under reverse charge by the recipient of service, that is a banking company. GST is payable under reverse charge by the recipient of the service, that is XYZ company limited. So ഇതാണ് question. 7B, a T-Series music company and a registered dealer in India. T-Series എന്ന് പറയുന്ന മ്യൂസിക് കമ്പനിയാണ്. paid an advance of 5 lakh to Mr. Vikash, a music composer. വീണ്ടും വികാഷ് തന്നെയാണ്. ഇപ്പോൾ മ്യൂസിക് കമ്പോസറാണ് അദ്ദേഹം. നമ്മുടെ നാട്ടിലെ AR റഹ്മാൻ, ഇളയരാജ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മ്യൂസിക് കമ്പോസറാണ് ഇദ്ദേഹം. എന്തിനാണ് ഇത് കൊടുത്തത്? ഫോർ ദ കോപ്പി റൈറ്റ് കവേർഡ് അണ്ടർ സെക്ഷൻ 13(1)A ഓഫ് കോപ്പി റൈറ്റ് ആക്ട് ഓഫ് ഹിസ് ഒറിജിനൽ മ്യൂസിക് വർക്ക്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒറിജിനൽ മ്യൂസിക് വർക്കിൻ്റെ കോപ്പി റൈറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ. അപ്പോൾ അതിനർത്ഥം മ്യൂസിക് കമ്പോസർ അവിടെ ചെയ്തിരിക്കുന്ന ഒരു സർവീസാണ്. അത്തരം സർവീസുകൾക്ക് RCM ആണ് ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ ലൈബിലിറ്റി വരുന്ന ആർക്കായിരിക്കും? T-Series, ആ മ്യൂസിക് കമ്പനിക്കാണ് ഇവിടെ ലൈബിലിറ്റി വരിക. ഇവിടെ GST പേ ചെയ്യാനുള്ള ലൈബിലിറ്റി മ്യൂസിക് കമ്പനിക്കാണ്, അല്ലാതെ വികാഷിനല്ല. ഓൺ 5/9/2024 ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ അഡ്വാൻസ് 5 ലക്ഷം രൂപ കൊടുത്തു. ത്രൂ RTGS ഇറ്റ് മെയ്ഡ് ദ ബാലൻസ് പേയ്മെൻറ്റ് 2,50,000. ബാലൻസ് 2.5 ലക്ഷം രൂപ കൊടുത്തത് 12/12 കൊടുത്തത്. അതും ത്രൂ RTGS ആണ്. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം ഓഫ് സപ്ലൈ ആണ്. ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസാണ്, അണ്ടർ RCM ആണ് ചോദ്യം. സോ ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് സെക്ഷൻ 13 സബ്സെക്ഷൻ 3 ആണ് നമ്മൾ ആപ്ലിക്കബിൾ ആവുക. 13 സബ്സെക്ഷൻ 3 പ്രകാരം ഇവിടെ ലൈബിലിറ്റി വരുന്നത് റെസിപ്പിയൻറ്റിനാണ്. സോ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഏർലിയർ ഓഫ് ഒന്നുകിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, ഓർ 61st ഡേ, ദ ഡേ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ 60th ഡേ എന്നുള്ളതാണ്. അപ്പോൾ 61st ഡേ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ബൈ ദി സപ്ലയർ. സപ്ലയർ ബിൽ ഇഷ്യൂ ചെയ്ത് 61ാമത്തെ ദിവസം. ഇതിലേതാണോ ഏർലിയർ അതാണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് 2 ഘട്ടമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേയ്മെൻറ്റ് നമ്മൾ 2 ഘട്ടമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 5 ലക്ഷം ആദ്യം കൊടുത്തു, പിന്നീട് 2.5 ലക്ഷം 12/12 കൊടുത്തു. പിന്നെ യു ആർ റിക്വയർഡ് ഡിറ്റർമിൻ ടൈം ഓഫ് സപ്ലൈ ഇഫ് മിസ്റ്റർ വികാഷ് റേസ്ഡ് ദ ഇൻവോയ്സ്. അയാൾ ഇൻവോയ്സ് റേസ് ചെയ്തു ഓൺ 6/10/2024 or 17/12. ഇപ്പോൾ 2 സിറ്റുവേഷനാണ്. ഇയാൾ 6/10 ഇൻവോയ്സ് റേസ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് ടൈം ഓഫ് സപ്ലൈ വരിക? ഇനി അതല്ല 17/12 ടൈം ഓഫ് ഇൻവോയ്സ് റേസ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് ടൈം ഓഫ് സപ്ലൈ വരിക? അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഇയാൾ 6/10 ഇൻവോയ്സ് റേസ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? ആദ്യം നമുക്ക് 5 ലക്ഷത്തിൻ്റെ 5 ലക്ഷം അയാൾ പേയ്മെൻറ്റ് ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേയ്മെൻറ്റ് കൊടുത്ത ദിവസം നമുക്കിവിടെ ക്വസ്റ്റനിൽ വ്യക്തമായിട്ട് അറിയാം ഏതാണ്. യെസ്, 5/9/2000. സോ 5 ലക്ഷത്തിൻ്റെ ടൈം ഓഫ് സപ്ലൈ 5/9 തന്നെ വരും. അടുത്ത 2.5 ലക്ഷത്തിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോൾ വരും എന്നുള്ളതാണ്. 2.5 ലക്ഷം കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ്? 12/12. അപ്പോൾ 6/10 കഴിഞ്ഞ് 61ാമത്തെ ദിവസം ഏതാണെന്ന് നമ്മൾ നോക്കണം. ശരി, നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടൈം ഓഫ് സപ്ലൈ പറ്റിയിട്ടുള്ള ബ്രീഫ് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ കേസ് 1, ഇവിടെ 2 കേസാണല്ലോ ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് 5 ലക്ഷം. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 5/9. ദ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക്. ഇപ്പോൾ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിൻ്റെ അർത്ഥം കൂടിയാണ്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആ പേയ്മെൻറ്റ് കൊടുത്തതായി റെക്കോർഡ് ചെയ്ത ദിവസം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയ ദിവസം. ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയ ദിവസം, പൈസ പോയതായിട്ട് ദിവസം 5/9 തന്നെയാണ്. സോ ഇവിടെ വേറൊരു ഡേറ്റും ഇല്ല. സോ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 5/9 തന്നെയാണ്. ഇനി 61ാമത്തെ ദിവസം 6/10 നിന്ന് 61ാമത്തെ ദിവസം 60 days പ്ലസ് 1 day എന്ന് പറയുമ്പോഴത്തേക്കും 6/12 വരിക. 6/12. സോ ഇവിടെ വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറയുമ്പോഴത്തേക്കും ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ് വരിക? 5/9/2024 ആണ് വരിക. ഇനി ബാക്കി 2.5 ലക്ഷത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഡേറ്റ് ഏതാണ്? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 12/12. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയത് 12/12 തന്നെയാണ്, 6/12. സോ ഈ 2.5 ലക്ഷത്തിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 6/12. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് ഏതാണ്?
6/10 ഇൻവോയ്സ് റേസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഓഫ് സപ്ലൈ വരുന്നത് 1/5/9 മറ്റൊന്ന് 6/12 വരിക ടൈം ഓഫ് സപ്ലൈ. ഇനി ബില്ല് റേസ് ചെയ്തിരിക്കുന്നത് 17/12 എന്താണ് ആൻസർ വരിക നമുക്ക് നോക്കാം. 17/12 നിങ്ങൾ ഇൻവോയ്സ് റേസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ മാറ്റമൊന്നുമില്ല. അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത ദിവസം 5/9 അതിൽ വ്യത്യാസമൊന്നുമില്ല. 17/12 17/12 നിന്ന് 61 ദിവസം എടുത്താൽ എങ്ങനെ വരും? 17/12 കൂടെ 60+1 എന്ന് പറയുമ്പോൾ 16/2 5/9 യെസ്. അടുത്ത രണ്ടാമത്തെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ്? 12/12 സോ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒന്നുകിൽ 12/12 അല്ലെങ്കിൽ 16/2. സോ ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഏതാണ് വരിക? 12/12 ടൈം ഓഫ് സപ്ലൈ ആയിട്ട്. സോ ദിസ് ഈസ് ദി ആൻസർ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്ററുകളിലൊന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിൻ്റെ മാർക്ക് നമ്മൾ കളയാൻ പാടില്ല. സോ വി മസ്റ്റ് നമ്മൾ ഒരുപാട് റിവൈസ് ചെയ്യാൻ ഞാൻ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതൊക്കെ പഠിച്ചോളണം. ഓക്കെ, സോ നമ്മുടെ 8th ക്വസ്റ്റ്യൻ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 8th GST നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ മെസേഴ്സ് VMA, a registered taxable person under regular scheme വെച്ചാൽ കോമ്പോസിഷൻ അല്ല നോർമൽ രീതിയിൽ provides the following information in respect to supply made by it during the month of April. So അയാളുടെ സപ്ലൈയുടെ വിവരങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ മേളിൽ എന്താണ് വരിക? IGST ആണ് വരിക. ദെൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ CGST SGST 1000 പാക്കറ്റ് ഓഫ് ഡിറ്റർജൻറ്റ് അറ്റ് 400 ഈച്ച്. സോ ഇവിടെ നമ്മൾ ഡിറ്റർജൻറ്റ് വിറ്റിരിക്കുകയാണ്. ഡിറ്റർജൻറ്റ് വിറ്റതായിട്ടാണ് പറയുന്നത്. 400 ഒരു പാക്കറ്റിന് 400 രൂപയാണ്. അലോങ് വിത്ത് പ്ലാസ്റ്റിക് ബക്കറ്റ്, ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്നുണ്ട്. വർത്ത് 100 ഈച്ച് വിത്ത് ഈച്ച് പാക്കറ്റ്. ഒരു പാക്കറ്റിൻ്റെ കൂടെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് കൂടി, നിങ്ങൾ കണ്ടിട്ടില്ലേ ഡിറ്റർജൻ്റ് ഒക്കെ പാക്കറ്റിൽ ഒരു ബക്കറ്റിലിട്ട് കൊടുക്കുന്നു, ബക്കറ്റ് കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ബീങ് എ മിക്സഡ് സപ്ലൈ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിന് 400 രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. 400 രൂപയ്ക്കകത്ത് നമ്മൾ ഡിറ്റർജൻറ്റും കൊടുക്കുന്നുണ്ട്, ഒരു ബക്കറ്റും കൊടുക്കുന്നുണ്ട്. അത് മിക്സഡ് സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ ഡിറ്റർജൻറ്റിൻ്റെ റേറ്റ് 18%, ബക്കറ്റിൻ്റെ റേറ്റ് 28%. അപ്പോൾ മിക്സഡ് സപ്ലൈ ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഏത് റേറ്റ് അപ്ലൈ ചെയ്യും? GST കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൈയസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയതുകൊണ്ട് തന്നെ CGST ആൻഡ് SGST. സപ്ലൈ ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ ജേർണൽ ടു മെസേഴ്സ് XYZ എ പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റർ. ഇതൊരു ഡിഗ്രി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിനാണ് നമ്മളിപ്പോൾ ഈ എഡ്യൂക്കേഷൻ ജേർണൽ സപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അത് എക്സംപ്റ്റഡ് ആകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതല്ല, ഒരു പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതും ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ് എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ മേളിലും വരുന്നത് എന്തായിരിക്കും? CGST ആൻഡ് SGST. ദെൻ മെസേഴ്സ് VMA റിസീവ്ഡ് ദ ഫോളോയിങ്. ഇനി നമ്മൾ ഇൻവേർഡ് സപ്ലൈ പർച്ചേസിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഔട്ട്വേർഡ് സപ്ലൈകൾ, അപ്പോൾ GST ഏതൊക്കെയാണെന്ന് അറിയണമല്ലോ, എത്ര GST വരുമെന്നുള്ളത് അറിയണമല്ലോ. റേറ്റ് ഓഫ് ടാക്സ് നോക്കാം. അഡീഷണൽ ഇൻഫർമേഷൻ. റേറ്റ് ഓഫ് GST 18%. CGST SGST 9%, IGST 18%. ശരി, അപ്പോൾ ഇവിടെ 2 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാക്സ് എത്രയാണ് വരിക? 2 lakhൻ്റെ 18% വരുമ്പോൾ എത്ര വരുന്നുണ്ട്? 36,000. ഇവിടെ നമുക്ക് 1000 × 400 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4 lakh ആണ് വരിക. 4 lakhൻ്റെ 9% ഈച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരിക? 4 lakhൻ്റെ അല്ല 9% അല്ല, സോറി 28% അല്ലേ നമ്മൾ എടുക്കുക അല്ലേ? 28%. സോ 14% ഈച്ചാണ് നമ്മൾ എടുക്കുക. 4 lakhൻ്റെ 14% വരുമ്പോൾ 56,000 ഈച്ച് വരും. ദെൻ 1 lakhൻ്റെ 9% ഈച്ച്, 9,000 ഈച്ച്. CGST SGST. ദെൻ VMA. ഇനി ഇൻവേർഡ് സപ്ലൈയുടെ കാര്യം. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ അതായത് IGST, ITC ഓഫ് IGST ആണ്. മൊത്തം 1,40,000 പർച്ചേസാണ് അവർ നടത്തിയിരിക്കുന്നത്. ഔട്ട് ഓഫ് വിച്ച് ഇൻവോയ്സ് ഓഫ് ഗുഡ്സ് വർത്ത് 40,000 ഈസ് മിസ്സിങ് ആൻഡ് നോ അതർ ടാക്സ് പേയിങ് ഡോക്യുമെൻ്റ് ഈസ് അവൈലബിൾ.
സോ 1,40,000 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ 40,000 രൂപയുടെ ഇൻവോയ്സ് മിസ്സിംഗ് ആണ്. ഇൻവോയ്സ് മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ 16(2)ൻ്റെ വയലേഷനായി. അപ്പോൾ 16(2)ൽ നമുക്ക് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിലേ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 1 ലാഖിൻ്റെ ക്രെഡിറ്റേ കിട്ടത്തുള്ളൂ. 1 ലാഖിൻ്റെ 18% ഇൻ്റർസ്റ്റേറ്റ് അല്ലേ, സോ IGST ആണ് വരിക. സോ 18,000 IGST ITC 18,000. Then repairing of bus with a seating capacity of 20 passengers used to transport its employee. ഇപ്പോൾ ഈ വാഹനം മേടിച്ചാൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ മാത്രമല്ല വാഹനത്തിൻ്റെ റിപ്പയറിന് വേണ്ടി നമുക്ക് വരുന്ന ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളാണെങ്കിൽ നമുക്ക് സാധാരണ ക്രെഡിറ്റ് കിട്ടത്തില്ല. പക്ഷേ അത് 13-ൽ താഴെ സീറ്റിംഗ് കപ്പാസിറ്റി, 13 അതിൽ താഴെയോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 20 പാസഞ്ചേഴ്സ് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1 ലാഖ് റിപ്പയറിങ്ങിന് വേണ്ടി നമ്മൾ മുടക്കിയ തുക, അതിൻ്റെ ITC നമുക്ക് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോഴത്തേക്കും നമുക്ക് 1 ലാഖിൻ്റെ 9% ഈച്ച് ITC നമുക്ക് ക്ലെയിം ചെയ്യാം. സോ 9,000 ഈച്ച് CGST ആൻഡ് SGST ITC കിട്ടും. ഓക്കെ, പിന്നെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിത് ഈ മാതിരി ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ശരി, നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. ITC നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് 80,000, 10,000, 10,000 അല്ലേ, അതിൽ തന്നിരിക്കുന്നത് 80,000 IGST, 10,000, 10,000. ദെൻ ഇത്തവണ പർച്ചേസ് ചെയ്തിരിക്കും 1 ലാഖിൻ്റെ 18% IGST 18,000. 18,000 നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റത് രണ്ടും 9,000, 9,000. യെസ്, 9,000 ഈച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ മൊത്തം ITC എന്ന് പറയുന്നത് IGST 98,000 രൂപ, CGST 19,000 രൂപ, SGST 19,000 രൂപ. ഇനി നമുക്ക് ഔട്ട്പുട്ട് ടാക്സിൻ്റെ നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്യാം. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആദ്യം 2 ലക്ഷം രൂപ, IGST 18% അതിവിടെ എഴുതാൻ വിട്ടുപോയി. 2 ലക്ഷത്തിന് 18% വന്നിട്ട് 36,000 അവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ആൻസർ 36,000 വരും. 4 ലാഖിൻ്റെ നമ്മൾ ഓൾറെഡി 56,000, 1 ലാഖിന് 9,000 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 65,000, 36,000. ഇനി നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം. IGSTയുടെ ITC ആണ് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. IGSTയുടെ ITC അപ്പോൾ നമ്മളിവിടെ തുടക്കത്തിൽ എഴുതാണ് CGST, SGST, IGST 65,000, 65,000, 36,000. സോ ആദ്യം നമ്മൾ 36,000 IGSTയുടെ മൊത്തം ITC എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം 36,000 ആണ് ഉള്ളത്. മൊത്തം നമുക്ക് 98,000 ആണ് ഉള്ളത്. 98,000. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് പക്ഷേ എത്ര ഉള്ളൂ? 36,000 ഉള്ളൂ. അപ്പോൾ 36,000 നമ്മളിവിടെ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ഈ മോഡലല്ല ഞാൻ ക്ലാസ്സിലൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി നല്ലൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ദെൻ 36,000 വന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം? തീർക്കണം എന്നുള്ളതാണ്. നമ്മൾ IGST ഓഫ് ITC തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ CGST ക്രെഡിറ്റ്, SGST ക്രെഡിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. സോ മൊത്തം 98,000 ആണ് നമുക്ക് ഉള്ളത്. അതിൽ 36,000 ക്രെഡിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വരുന്ന എത്രയാണ്? 62,000. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നല്ലത്. 31,000. അപ്പോൾ 31,000 CGSTക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 31,000 SGSTക്ക് അഗെയിൻസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 31,000 നമ്മൾ CGSTക്ക് അഗെയിൻസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു, 31,000 31,000 SGSTക്ക് അഗെയിൻസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ IGST ക്രെഡിറ്റ് തീർന്നതിന് ശേഷം നമ്മൾ നേരെ പോവേണ്ടത് ഏതാണ്? CGST ക്രെഡിറ്റിലേക്കാണ് പോവേണ്ടത്. CGST ക്രെഡിറ്റ് നമുക്ക് 19,000 ഉണ്ട്, അതിവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം SGST ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ GST പേയബിൾ ഇൻ ക്യാഷ് ഇറ്റ് വിൽ ബി അറൌണ്ട് 15,000. സോ ദിസ് ഈസ് ദി മെത്തേഡ് ഓഫ് നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. നമുക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 8B. കമ്പ്യൂട്ട് അസസബിൾ വാല്യൂ ഓഫ് എ മെഷീൻ ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി ബൈ RLI ലിമിറ്റഡ് അണ്ടർ കസ്റ്റംസ് ആക്ട്. ഓൾസോ ഡിറ്റർമിൻ ദ ഡ്യൂട്ടി ലയബിലിറ്റി ഓഫ് RLI ലിമിറ്റഡ്. പർട്ടിക്കുലേഴ്സ് $ലാണ് തന്നിരിക്കുന്നത്. FOB വാല്യൂ $30,000, എയർ ഫ്രൈറ്റ് 7,250. അപ്പോൾ എയർ ഫ്രൈറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം വി മസ്റ്റ് ബി കെയർഫുൾ. കാരണം എയർ ഫ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് എക്സീഡ് 20% ഓഫ് കസ്റ്റംസ് FOB.
ദെൻ ഇൻഷുറൻസ് കോസ്റ്റ് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1.125% ഓഫ് കസ്റ്റംസ് FOB. കസ്റ്റംസ് FOBയുടെ 1.125% ആണ് നമ്മൾ എടുക്കേണ്ടത്. ഡിസൈനിങ് ചാർജസ് ഇൻകേർഡ് ഇൻ ഇന്ത്യ. കസ്റ്റംസ് വാല്യുവേഷന് വേണ്ടി നമ്മളത് എടുക്കാൻ പാടില്ല. ഏജൻറ്റിന് കൊടുത്ത കമ്മീഷൻ നമ്മൾ എടുക്കണം. ബൈയിങ് കമ്മീഷൻ അല്ലാത്തിടത്തോളം കാലം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് പറ്റും. ട്രാൻസ്പോർട്ട് ചാർജസ് ഫ്രം പോർട്ടിലെത്തിയതിന് ശേഷം ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന തുക നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. ദെൻ റേറ്റ് ഓഫ് ഡ്യൂട്ടി 10% BCD നമുക്ക് തന്നിട്ടുണ്ട്. IGST 18% തന്നിട്ടുണ്ട്. CBEC അല്ല CBIC എന്നോ $85 ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ വെൽഫെയർ സർചാർജ് നിങ്ങൾക്ക് ക്വസ്റ്റിന് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എടുത്തേ പറ്റുള്ളൂ. മറന്നു പോരുത്. 10% ഓഫ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, ദെൻ FOB വാല്യൂ നമുക്കിവിടെ നോക്കാം. ഞാനൊരു കാര്യം ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ഞാനത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇവിടുത്തെ ആൻസർ പ്രസൻറ്റേഷൻ അത്ര ഒരു പ്രോമിസിങ് ആയിട്ടുള്ള രീതിയിലല്ല പോയിരിക്കുന്നത്. സോ ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. FOB വാല്യൂ 30,000 FOB വാല്യൂ തന്നിരിക്കുന്നത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് നമ്മളോട് എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് അസസബിൾ വാല്യൂ എന്നുള്ളതല്ലേ? ഓൾസോ ഡിറ്റർമൈൻ ദ ഡ്യൂട്ടി ലൈബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ശരി, നമുക്ക് അസസബിൾ വാല്യൂ നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് അസസബിൾ വാല്യൂ. ഓക്കെ, അപ്പം നമുക്കിവിടെ FOB നമുക്ക് തന്നിട്ടുണ്ട് $30,000 അല്ലേ? $30,000 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റംസ് FOBയിലേക്കാണ് നമ്മൾ ആദ്യം എത്തിപ്പെടേണ്ടത്. കസ്റ്റംസ് FOBയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ അനുബന്ധമായിട്ടുള്ള ചാർജസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഏജൻറ്റിൻ്റെ കമ്മീഷനൊക്കെ ആഡ് ചെയ്യണം. പക്ഷേ അതിലേക്ക് വരുന്ന ഇന്ത്യൻ ഏജൻറ്റിൻ്റെ കമ്മീഷൻ ഇന്ത്യൻ റുപ്പിയിലാണ് തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇക്വലൻ്റ് ഇന്ത്യൻ റുപ്പീസ് 30,000 ഇൻറ്റു 85 85 രൂപ വെച്ചാണ് 25,50,000. ആഡ് കമ്മീഷൻ 20,000. നമുക്കിവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ഇല്ല. സോ ഇറ്റ് വിൽ ബി 25,70,000. ഇതാണ് നമുക്ക് കസ്റ്റംസ് FOB. ദെൻ ആഡ് ഫ്രൈറ്റ്. അത് എയർ ഫ്രൈറ്റ് ആണ്. സോ എയർ ഫ്രൈറ്റ് നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. $7,250 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ 7,250 ഇൻറ്റു 85 എത്ര വരുന്നുണ്ട്? 6,16,250. 20% ഓഫ് കസ്റ്റംസ് FOB എത്ര വരുന്നുണ്ട്? 25,70,000 ഇൻറ്റു 20%, 5,14,000. സോ പരമാവധി നിങ്ങൾക്ക് ഇത്ര എടുക്കാൻ പറ്റത്തുള്ളൂ. സോ കസ്റ്റംസ് FOB എയർ ഫ്രൈറ്റ് 5,14,000. ആഡ് ഇൻഷുറൻസ് 1.125% ഓഫ് കസ്റ്റംസ് FOB. സോ 25,70,000 1.125%, 28,912 രൂപ 50 പൈസ. സോ ഇതാണ് വരിക. അപ്പോൾ ടോട്ടൽ 25,70,000 5,14,000 28,912 31,12,912 രൂപ 50 പൈസ. ഇതാണ് അസസബിൾ വാല്യൂ.
ഇതിൻ്റെ മേളിലാണ് നമുക്ക് BCD വരുന്നത്. BCD എത്ര ശതമാനമാണ്? 10% BCD. $3,11,291. Social welfare surcharge at 10% of BCD. $31,129. IGST value for computing IGST. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നതാണ് വാല്യൂ ഫോർ കമ്പ്യൂട്ടിംഗ് IGST. എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. 31,12,912. ഞാൻ 50 പൈസ തൽക്കാലത്തേക്ക് വിടുകയാണ്. 31,12,912 പ്ലസ് 3,11,291 പ്ലസ് 31,129. സോ 34,55,332. IGST അറ്റ് 18%. IGST 18% അല്ലേ? യെസ്, IGST 18% ഇൻറ്റു 18%. 6,21,960. So total taxes and duty payable എന്ന് പറയുമ്പോൾ BCD പ്ലസ് SWS പ്ലസ് IGST ഇതെല്ലാം കൂടെ എത്ര വരുന്നുണ്ട്? അതായത് 3,11,291, 31,129, 6,21. 3,11,291 പ്ലസ് 31,129 പ്ലസ് 6,21,960. സോ 9,64,380. So this is the answer. Total duty payable. നിങ്ങളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഓൾസോ ഡിറ്റർമിൻ ദ ഡ്യൂട്ടി ലൈബിലിറ്റി എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറിൽ നിന്ന് നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇവിടെ ചെയ്തിരിക്കുന്ന രീതി കറക്റ്റായിട്ടുള്ള രീതിയല്ല. അപ്പോൾ ആൻസർ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ആൻസർ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചത്. So this will be your answer. 9,64,380 will be your answer. Okay. So with that, we are completing the 8th question also. So ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ചെയ്ത് അവസാനിപ്പിച്ചു. നന്നായിട്ട് നോക്കിക്കോളാം കേട്ടോ.